കൂടൽമാണിക്യത്തിൽ ഇന്ന് വരെ നടന്ന ഒരു കഴക നിയമനത്തിലും തന്ത്രിയല്ല നിയമനാധികാരിയായിട്ടുള്ളത്. തന്ത്രി നിയമിച്ച ചരിത്രമില്ല. നമ്മളുടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ 6 കുടുംബങ്ങൾക്കാണ് താന്ത്രിക അവകാശമുള്ളത്. തരണനല്ലൂർ മന എന്ന് പറയുന്ന അവരുടെ ഫാമിലിയിൽപ്പെട്ട 5 കുടുംബങ്ങളും, തരണനല്ലൂരിൻ്റെ വിവിധ ശാഖകളായിട്ടുള്ള 5 കുടുംബങ്ങളും, നഗരമണ്ണെന്ന് പറഞ്ഞ മറ്റൊരു ഇല്ലത്തിനടക്കം 6 കുടുംബങ്ങൾക്കാണ് താന്ത്രിക അവകാശം. 5 ഫാമിലികൾ ഇപ്പോഴും അനുരാഗിനെയും ബഹിഷ്കരിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയും ഒരു ഇല്ലത്തിൻകാർ മാത്രം ഞങ്ങൾ ജാതിയിൽ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ ഇവിടുത്തെ ക്ഷേത്ര ചടങ്ങുകൾ ഞങ്ങളുടെ അർപ്പിതമായ കർത്തവ്യം മുടങ്ങാതെ നിർവഹിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പാരമ്പര്യ കുടുംബങ്ങളിൽ നിന്നല്ലാത്ത ഒരാൾ കഴകം ചെയ്താൽ, മാല കെട്ടിയാൽ അവിടെ ഇനി ഞങ്ങൾ വന്ന് പൂജ ചെയ്യുന്നതിൽ അർത്ഥമില്ല, അത് നിരർത്ഥകമാണ് എന്ന് കൃത്യമായി നമ്മളുടെ ഈ ഐത്താചരണത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ ഒരു കത്ത് അവർ ദേവസ്വം ഭരണ സമിതിക്ക് നൽകിയത്. 40 വർഷം ഒരാൾ ജോലി ചെയ്ത് റിട്ടയറായി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തസ്തിക എൻ്റെ ഫാമിലിയുടെ കഴകാവകാശമാണെന്ന് ഹരികൃഷ്ണന് തോന്നാൻ ഒരു ഈഴവൻ ക്ഷേത്രത്തിലേക്ക് കടക്കേണ്ടി വന്നു. എന്നാൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നേ 36. അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ട് പോലും ആ നാട്ടിലെ ഇരിഞ്ഞാലക്കുടയിലെ ആളുകൾക്ക് ആ ക്ഷേത്രത്തിന് മുമ്പിലൂടെ നടന്നു പോകാൻ സമരം ചെയ്തു. അപ്പോൾ അനുരാഗിനെ നിയമിച്ചത് മുതൽ ഇതുവരെയുള്ള ദിവസങ്ങളിൽ അവിടെ ക്ഷേത്ര കാര്യങ്ങളെല്ലാം തന്നെ നടന്നു പോവുകയും ബഹിഷ്കരണ സമരം പ്രഖ്യാപിച്ച തന്ത്രിമാരുടെ സമരം ആദ്യത്തെ ദിവസം തന്നെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴക നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഈയിടെ ഉണ്ടായിരുന്നു. ഈഴവ സമുദായാംഗമായ അനുരാഗ് അവിടെ കഴകത്തിൽ നിയമിതനാവുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഒരു നിയമയുദ്ധത്തിലൂടെയാണ് അനുരാഗിന് നിയമനം ലഭിച്ചത്. അനുരാഗിന് ആവശ്യമായ നിയമസഭ സഹായം ചെയ്ത അമൽ സി രാജനാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനും അധ്യാപകനും ഗവേഷകനും ഒക്കെയാണ്. അമൽ സി രാജനാണ് ഇന്ന് ദ ക്യൂവിനൊപ്പം ചേരുന്നത്. സ്വാഗതം. അനുരാഗിന് നിയമനം ലഭിച്ചിരിക്കുകയാണ്. അനുരാഗ് ഇപ്പം ക്ഷേത്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ക്ഷേത്രത്തിൽ നിന്നുള്ള അവരുടെ ഒരു സമീപനം? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട പൂജ മുടങ്ങിയതായി ഒരു വാർത്തയൊക്കെ വരുന്നു. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഇതുവരെയുള്ള സമീപനം വളരെ നല്ല സഹകരണം അനുരാഗിന് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി, അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ അവിടുത്തെ ദൈനംദിന പൂജാ കാര്യങ്ങളിൽ ഇടപെടുന്ന അവിടുത്തെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന മേൽശാന്തി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല പിന്തുണ അനുരാഗിന് ലഭിക്കുന്നുണ്ട്. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം അവിടെ ഒരു പത്രസമ്മേളനം ദേവസ്വം ബോർഡ് വിളിച്ചിരുന്നു. അതിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട രാധേഷ് അദ്ദേഹവും ചെയർമാനും ഒക്കെ ഉൾപ്പെടുന്ന അവർ പത്രസമ്മേളനത്തിൽ അനുരാഗ് വളരെ മനോഹരമായ രീതിയിൽ മാല കെട്ടുന്നുവെന്നും, മുമ്പില്ലാത്ത വിധം അവിടെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുവെന്നും, ആ തൊഴിലിൽ അദ്ദേഹം വളരെ കൃത്യനിഷ്ഠയോടെ മനോഹരമായി അത് ചെയ്യുന്നുവെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ടായി. അപ്പോൾ ഇതുവരെ അത്തരത്തിൽ കൂടൽമാണിക്യത്തിൽ നിന്ന് അനുരാഗിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള സന്തോഷമുണ്ട്. മറ്റൊരു കാര്യം ചോദിച്ചത്, അവിടെ ഒരു പൂജ മുടങ്ങി എന്ന വാർത്തയാണ്. ആ വാർത്ത വസ്തുതാപരമല്ല എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം 1-ാം തീയതിയാണ് അവിടെ എല്ലാ ദിവസവും തന്ത്രിമാരവിടെ വരുന്നില്ല. മേൽശാന്തിയോ കീഴ്ശാന്തിമാരോ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് ഈ പൂജ ചെയ്യേണ്ടിരുന്നത് തന്ത്രിയാണ്. ദൈനംദിന പൂജകൾ ചെയ്യുന്നത് മാത്രമായിട്ട് തന്ത്രിമാർക്ക് അവിടെ വരേണ്ട കാര്യമില്ല. തന്ത്രിമാർ വരുന്നത് യഥാർത്ഥത്തിൽ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ തന്ത്രിമാർ വരുന്നത് ഈ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്തോ പ്രതിഷ്ഠാദിനം പോലെയുള്ള സമയത്തോ നവീകരണ കലശങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ മാത്രമാണ്. ഇതിപ്പോൾ അവർക്ക് ഇല്ലാത്തൊരു അധികാരം കൊടുത്തിരിക്കുന്നത് പോലെ കളഭം പോലുള്ള വലിയ തുകയുടെ വഴിപാടുകൾ വരുമ്പോൾ തന്ത്രിമാരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരെ കൊണ്ട് ആ വഴിപാട് ചെയ്യിക്കുന്ന ഒരു സമ്പ്രദായം കൂടൽമാണിക്യത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ മാസത്തിലും ഒരു ദിവസം തന്ത്രിമാർ വന്ന് പൂജിക്കുക. പിന്നെ കളഭം വഴിപാട് ഭക്തജനങ്ങൾ ചെയ്യുന്ന സമയത്ത്, റെസിറ്റ് ആക്കുന്ന സമയത്ത് പ്രത്യേകം തന്ത്രിമാരെ വിളിച്ചു വരുത്തുക. അങ്ങനെയുള്ള ആചാരങ്ങളും കൂടെ ഇവിടെ ഉണ്ട്. അതൊക്കെ വിചിത്രമാണെന്ന് പറയാനുള്ളൂ, എങ്കിലും അതവിടെ നടക്കുന്നുണ്ട്. അതിനവർ ദക്ഷിണയും അവർക്ക് ദേവസ്വം നൽകുന്നുണ്ട്. അങ്ങനെ 1-ാം തീയതി നടക്കേണ്ട എല്ലാ മാസത്തെയും ഒരു വിശേഷ ദിവസം നിലയ്ക്ക് മലയാള മാസം 1-ാം തീയതി നടക്കേണ്ട പൂജകൾ ഒരു മുടക്കവും കൂടാതെ അവിടെ തന്ത്രിമാർ വന്ന് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പടിഞ്ഞാറേ തരണനല്ലൂർ മനയിലെ അനി പ്രകാശ് എന്ന് പറയുന്ന തന്ത്രി അന്ന് അവിടെ ഹാജരായിരുന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു വഴിപാട് അവിടെ മുടങ്ങിയെന്ന്, കളഭം, പിറ്റേ ദിവസം ഒരു കളഭം വഴിപാട് ഒരാൾ തൃശ്ശൂരിലെ ഒരു ഡോക്ടറായ ഒരാൾ അവിടെ വഴിപാട് സമർപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നെന്നും അത് മുടങ്ങിയെന്നുമാണ് വാർത്ത വന്നത്.
ആ വാർത്ത വസ്തുതാപരമായ അതിലൊരു പശകുണ്ട്. അങ്ങനെ ഒരു കളഭം വഴിപാടിന് 18,000 രൂപയാണ് അവിടെ റെസീറ്റ്, അവിടെ പൈസ അടച്ച് റെസീറ്റ് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആരും തന്നെ ആ ദിവസം അവിടെ റെസീറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ മേ ബി അദ്ദേഹം ഇങ്ങനെ ഒരു കളഭം വഴിപാട് നടത്താൻ അന്വേഷിച്ചിരുന്നോ ആഗ്രഹിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിവുകളില്ല. പക്ഷേ ദേവസ്വത്തിൽ ആരും തന്നെ ആ ദിവസത്തേക്ക് കളഭം വഴിപാട് ബുക്ക് ചെയ്യുകയോ അതിനെ തുടർന്ന് തന്ത്രിമാരെ ക്ഷണിച്ച് അത് വരാത്ത സാഹചര്യത്തിൽ അത് മുടങ്ങിപ്പോവുകയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അനുരാഗിനെ നിയമിച്ചത് മുതൽ ഇതുവരെയുള്ള ദിവസങ്ങളിൽ അവിടെ ക്ഷേത്ര കാര്യങ്ങളെല്ലാം തന്നെ നടന്നു പോവുകയും ബഹിഷ്കരണ സമരം പ്രഖ്യാപിച്ച തന്ത്രിമാരുടെ സമരം ആദ്യത്തെ ദിവസം തന്നെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമുക്കറിയാം ബാലു എന്നയാൾ, അതായത് തിരുവനന്തപുരം ആരനാട് സ്വദേശിയായ ബാലുവിനാണ് ആദ്യം അവിടെ നിയമനം കിട്ടുന്നത്. ബാലുവിന് അവിടെ ഈ ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി, വലിയ തോതിലുള്ള ബഹിഷ്കരണം ഉണ്ടായി. പിന്നീട് അദ്ദേഹത്തെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റി. പിന്നീട് അദ്ദേഹം രാജിവെച്ച് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ തോതിലുള്ള ഒരു നിസ്സഹകരണവും ബഹിഷ്കരണവും ബാലുവിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ക്ഷേത്രത്തിലെ മേൽശാന്തിമാർ അല്ലെങ്കിൽ ശാന്തി ചെയ്യുന്ന ആളുകൾ, മറ്റു ജോലി ചെയ്യുന്ന ആളുകൾ എന്നിവരിൽ നിന്ന് ഇപ്പോൾ അനുരാഗിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും നേരിടുന്നില്ല. പക്ഷേ തന്ത്രിമാരിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്താണ് നിലവിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ഉണ്ട്. ആ സാധ്യത എന്ന് പറയുന്നത് ഇത് തരണല്ലൂർ ഇതൊരു വളരെ വിചിത്രമായ ചില അവകാശങ്ങൾ ചില ആളുകൾക്ക് അനധികൃതമായി ദേവസ്വം ബോർഡും ഇന്ന് വരെ ഭരിച്ച ആളുകളും വകവെച്ച് കൊടുത്തതിൻ്റെ പ്രശ്നമാണ്. അതിന് ദേവസ്വം അറുതി വരുത്തുകയാണ് ചെയ്യേണ്ടത്. കാരണം മറ്റ് തന്ത്രി എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ ദേവൻ്റെ പിതാവാണ്, പിതൃസ്ഥാനമാണ് എന്നൊക്കെയാണ് ഇതേ തന്ത്രിമാർ അവകാശപ്പെടുന്നത്. വിചിത്രമായ കാര്യം, നമ്മളുടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ 6 കുടുംബങ്ങൾക്കാണ് താന്ത്രിക അവകാശമുള്ളത്. തരണല്ലൂർ മന എന്ന് പറയുന്ന അവരുടെ ഫാമിലിയിൽപ്പെട്ട 5 കുടുംബങ്ങളും തരണല്ലൂരിൻ്റെ വിവിധ ശാഖകളായിട്ടുള്ള 5 കുടുംബങ്ങൾക്കും നഗരമണ്ണെന്ന് പറയുന്ന മറ്റൊരു ഇല്ലത്തിനടക്കം 6 കുടുംബങ്ങൾക്കാണ് താന്ത്രിക അവകാശം. ഈ 6 കുടുംബങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 6 തന്ത്രിമാർ എന്ന അർത്ഥത്തിൽ 6 പേരവിടെ ഞങ്ങളാണ് ഇവിടുത്തെ ഒഫീഷ്യൽ തന്ത്രിമാരെന്ന് അവകാശപ്പെട്ട 6 പേർ ദേവൻ്റെ പിതൃസ്ഥാനത്ത്, ഞാനിതിന് വളരെ കുമല പറയണം കേട്ടോ, പിതൃസ്ഥാനത്ത് നിൽക്കുകയാണ്. ഇത് മറ്റൊരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തിനാണ് ഈ 6 തന്ത്രിമാർ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. കാരണം ചെയ്യാൻ ഒരാൾ മതിയല്ലോ. അപ്പോൾ ഇവർ തമ്മിലുള്ള റൊട്ടേഷൻ രീതിയൊന്നും അല്ല അവിടെ നടക്കുന്നത്. പലപ്പോഴും അവൈലബിലിറ്റി അനുസരിച്ച് ആളുകൾ വന്നു പോകുന്ന ഒരു സമ്പ്രദായമാണ് അവിടെ ഉള്ളത്. മാത്രമല്ല ഇതേ കുടുംബങ്ങളിൽ തന്നെ ഈ തന്ത്രസ്ഥാനത്തിന് അവകാശപ്പെട്ട മറ്റംഗങ്ങളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ദേവസ്വം ലിസ്റ്റിലില്ലാത്ത തന്ത്രിമാരും ദേവസ്വത്തിന് ഈ 6 പേരുടെ ലിസ്റ്റിലില്ലാത്ത തന്ത്രിമാരും ഞാൻ ഇവിടുത്തെ തന്ത്രിയാണെന്ന് അവകാശപ്പെട്ട് ദേവസ്വം ബോർഡിന് കത്തുകൾ നൽകുകയും അതിന് കീഴിൽ ഒപ്പിടുകയും എന്തിന് ദേവസ്വം ബോർഡിലെ മെമ്പറായിരിക്കുന്ന ഈ പറയുന്ന ഗോവിന്ദ നമ്പൂതിരിക്ക് പകരം കത്തിൽ ഒപ്പിടുന്നത് പോലും ഈ 6 പേരിൽ ഇല്ലാത്ത വേറെ തന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവകാശം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ ഫാമിലിയിൽപ്പെട്ടവരാണെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 6 ഫാമിലിയിൽപ്പെട്ട പൂജ അറിയുന്ന എല്ലാ പുരുഷന്മാരും ഞാനും തന്ത്രിയാണ് എന്ന് അവകാശപ്പെടാവുന്ന 10-30 പേരെങ്കിലും മിനിമം തന്ത്രിസ്ഥാനത്തിന് അവകാശമുള്ള ഒരു വിചിത്രമായ സാഹചര്യം കൂടൽമാണിക്യത്തിൽ നിലനിൽക്കുന്നു. ഇത് ഭരണ പ്രശ്നങ്ങളും ഇത് അവിടുത്തെ വിശ്വാസപരമായ കാര്യങ്ങളിലും ഒക്കെ അനാവശ്യമായ ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ഇതിന് അറുതി വരുത്തുകയാണ് ദേവസ്വം ചെയ്യേണ്ടത്. ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം അവർക്ക് കുടുംബത്തിനകത്ത് ഇത്തരം കുടുംബങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ അത് റൊട്ടേഷൻ അടിസ്ഥാനത്തിലൊക്കെ ഒരാൾക്ക് ഒരു സമയം ഒരു തന്ത്രി എന്ന നിലയിലേക്ക് ദേവസ്വം ബോർഡിന് മാറുക എന്നുള്ളതാണ് കൂടൽമാണിക്യത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഈ തന്ത്രിമാരിൽ ഈ 5 കുടുംബങ്ങളിൽ 6 കുടുംബങ്ങളിൽപ്പെട്ട 5 കുടുംബങ്ങൾ ഇപ്പോൾ അവരുടെ അനുവാദമില്ലാതെ ക്ഷേത്രത്തിൽ ഒരാളെ നിയമിച്ചിരിക്കുന്നു. അതും അവർ മുമ്പ് കൊടുത്ത കത്ത് പ്രകാരമാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരാളെ ഈ പാരമ്പര്യ കുടുംബങ്ങളിൽ നിന്നല്ലാതെ നിയമിക്കുന്നത് ആചാരവിരുദ്ധമാണ്. അങ്ങനെ ചെയ്താൽ പിന്നെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത് നിരർത്ഥകമാണ് എന്നുള്ളതാണ് അവരുടെ നിലപാട്. നിരർത്ഥകം എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ഇനി അവിടെ പാരമ്പര്യ കുടുംബങ്ങളിൽ നിന്നല്ലാത്ത ഒരാൾ കഴകം ചെയ്താൽ, മാല കെട്ടിയാൽ അവിടെ ഇനി ഞങ്ങൾ വന്ന് പൂജ ചെയ്യുന്നതിൽ അർത്ഥമില്ല, അത് നിരർത്ഥകമാണ് എന്ന് കൃത്യമായി നമ്മളുടെ ഈ അയിത്താചരണത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ ഒരു കത്ത് അവർ ദേവസ്വം ഭരണ സമിതിക്ക് നൽകിയത്. ഇത്തവണ 2ാമത് കത്ത് കൊടുത്ത സമയത്ത് അത് ചെറിയ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അവരോട് ആലോചിക്കാതെ നിയമിച്ചു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അവിടെയും ചരിത്രമുണ്ട്. കൂടൽമാണിക്യത്തിൽ ഇന്ന് വരെ നടന്ന ഒരു കഴക നിയമനത്തിലും തന്ത്രിയല്ല നിയമനാധികാരിയായിട്ടുള്ളത്. തന്ത്രി നിയമിച്ച ചരിത്രമില്ല, തന്ത്രിയോട് ആലോചിച്ച് നിയമിച്ച ചരിത്രമില്ല. ആകപ്പാടെ കൂടെ ഇദ്ദേഹത്തിന് മാല കെട്ടാൻ അറിയുമെന്ന് ഉള്ള കാര്യത്തിൽ അഭിപ്രായം പറയുക കവിഞ്ഞ് തന്ത്രി ഒരു നിയമനാധികാരിയായി കഴക വിഷയത്തിൽ കൂടൽമാണിക്യത്തിൽ
പ്രവർത്തിച്ച ചരിത്രമേ ഇല്ല എന്നിരിക്കെയാണ് അവർ ഇത്തരത്തിലൊരു അവകാശവാദം വരുന്നത്. അപ്പോൾ 5 ഫാമിലികൾ ഇപ്പോഴും അനുരാഗിനെയും ബഹിഷ്കരിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയും ഒരു ഇല്ലത്തുകാർ മാത്രം ഞങ്ങൾ ജാതിയിൽ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ ഇവിടുത്തെ ക്ഷേത്ര ചടങ്ങുകൾ ഞങ്ങളുടെ അർപ്പിതമായ കർത്തവ്യം മുടങ്ങാതെ നിർവഹിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 പേരുടെ റൊട്ടേഷൻ ദിവസങ്ങളിൽ ഒരുപക്ഷെ അനുരാഗിന് ഒരു ബഹിഷ്കരണം നേരിടേണ്ടി വന്നേക്കാം. പക്ഷെ അങ്ങനെ ബഹിഷ്കരിക്കുന്ന സമയത്ത് ഈ 5 പേരെ ബഹിഷ്കരിക്കാൻ സമൂഹവും തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ മാറും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധി, അനുരാഗിന് നിയമനം കൊടുത്തുകൊണ്ടുള്ള കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിയമനം നടത്താൻ തന്ത്രി അധ്യക്ഷനായിട്ടുള്ള സമിതിക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ ഈ ആചാരപരം എന്ന് പറഞ്ഞാൽ കഴകം ആചാരപരമായിട്ടുള്ള കാര്യമാണോ എന്ന് തീരുമാനിക്കാൻ സിവിൽ കോടതിക്ക് അധികാരമുണ്ട്. സിവിൽ കോടതിക്ക് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ഈ കഴകം എങ്ങനെ ആചാരപരമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? അത് ഇപ്പോൾ ഒരു ഈഴവ സമുദായ അംഗത്തിന് കൊടുക്കുന്നതിനെതിരെ ഒരു ഹർജിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഈ കാര്യം കുറച്ച് വിശദീകരിച്ച് പറയാനുണ്ട്. കാരണം ഈ കേരള ഹൈക്കോടതി മുമ്പാകെയുള്ള ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ വന്ന ഹർജിക്കാരനായ ഹരികൃഷ്ണൻ ആവശ്യപ്പെട്ടിരുന്ന ഹരികൃഷ്ണൻ്റെ പ്രധാന പ്രയർ എന്ന് പറയുന്നത് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പുറപ്പെടുവിപ്പിച്ച നോട്ടിഫിക്കേഷൻ ഉണ്ട് അനുരാഗിൻ്റെ. അതെന്ന് പറയുന്നത് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് 11/10/2023 തീയതിയിൽ പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷനാണ്. ആ നോട്ടിഫിക്കേഷൻ റദ്ദാക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നത്. ഇതിൽ 11,800 16,180 സ്കെയിലുള്ള ഒരു ജോലിയാണ്. അതിൽ കഴകം തസ്തികയിൽ ജോലി ചെയ്യാനായിട്ട് മകരം, ഇടവം എന്നീ 2 മാസങ്ങൾ ഒഴികെയുള്ള മാസങ്ങളിൽ പുതിയൊരാളെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നിയമിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മകരമാസത്തിലും ഇടവ മാസത്തിലും ഇദ്ദേഹത്തിന് ക്ഷേത്രത്തിലല്ല ജോലിയെന്നും ആ മാസങ്ങളിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശിക്കുന്ന ഓഫീസ് ജോലികളാണ് ഇദ്ദേഹം ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരുന്നത്. അപ്പോൾ ഈ ഹർജിക്കാരനായ ഹരികൃഷ്ണൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശത്തെ കവർന്നെടുക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുന്ന ഒന്നായിരുന്നില്ല ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ. കാരണം അദ്ദേഹം തെക്കേവാര്യം എന്ന് പറയുന്നൊരു ഫാമിലിയിലെ മെമ്പറാണ്. തെക്കേവാര്യം കുടുംബാംഗമായ ഹരികൃഷ്ണന് ഈ ജോലി കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെക്കേവാര്യത്തെ കാവുകുട്ടി വാരസ്യാർ എന്ന് പറയുന്ന ഒരാൾ, മാധവ വാര്യർ എന്ന് പറയുന്ന മറ്റൊരാൾ, ലക്ഷ്മിക്കുട്ടി വാരസ്യാർ, എന്നീ ആളുകൾ അവരാണ് ഈ ജോലി ചെയ്തിരുന്നത്. അവർ 2005 കൊടുത്തൊരു കത്താണ്, ഞങ്ങൾക്ക് വയസ്സായിരിക്കുന്നു, വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ ഞങ്ങൾക്കിനി പാരമ്പര്യ കഴകം ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ഈ പറയുന്ന ലക്ഷ്മിക്കുട്ടി വാരസ്യാരുടെ മകനായ TV ഹരികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഈ 2 മാസത്തെ അവരുടെ ജോലി ഏൽപ്പിക്കാനാണ് അവരുടെ ദേവസ്വം അപേക്ഷ സ്വീകരിക്കുകയും ഹരികൃഷ്ണനെ ഇപ്പോൾ കഴകക്കാരനായി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് 2 മാസത്തേക്ക്. ആ ഹരികൃഷ്ണൻ അവകാശപ്പെട്ട 2 മാസം ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നിയമനം നടത്തുന്നില്ല. എന്നിരിക്കെ ഹരികൃഷ്ണൻ്റെ ഒരു അവകാശം അവിടെ റദ്ദാക്കിപ്പെട്ടിരുന്നില്ല. എങ്കിലും ഹരികൃഷ്ണൻ കോടതി പോകുന്നു, കോടതി അത് ഫയൽ സ്വീകരിക്കുകയും കേസിൽ വാദം നടത്തുകയും ചെയ്തു. ഹരികൃഷ്ണൻ്റെ പ്രയർ എന്ന് പറയുന്നത് ഈ നോട്ടിഫിക്കേഷൻ റദ്ദാക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ നോട്ടിഫിക്കേഷനെ തുടർന്ന് വന്ന പരീക്ഷ റാങ്ക് ലിസ്റ്റ് റദ്ദാവും. റാങ്ക് ലിസ്റ്റിനെ തുടർന്ന് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ബാലുവിനെ നിയമിച്ച ശുപാർശ റദ്ദാവും. ആ ശുപാർശയെ ബേസ് ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡ് ബാലുവിന് നൽകിയ നിയമന ഉത്തരവും റദ്ദാവും. ശരിക്കും പറഞ്ഞാൽ ബാലുവിൻ്റെ നിയമനം റദ്ദാക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയർ. പക്ഷേ ദേവസ്വം ബെഞ്ച് ഈ ഹർജി തീർപ്പാക്കുന്ന സമയത്ത് നിയമന പ്രക്രിയയിലേക്ക് കടക്കുകയേ ചെയ്തിട്ടില്ല. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രയറും അംഗീകരിച്ചില്ല. ആ ലിസ്റ്റ് റദ്ദാക്കിയിട്ടില്ല. ആ ലിസ്റ്റ് ഇപ്പോഴും ഉണ്ട്, നോട്ടിഫിക്കേഷൻ ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, റാങ്ക് ലിസ്റ്റ് ഉണ്ട്. റാങ്ക് ലിസ്റ്റിനെ തുടർന്ന് അതിൻ്റെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് രണ്ടാമത് അനുരാഗിന് അയച്ച അഡ്വൈസ് മെമ്മോയും അതിനെ തുടർന്ന് ഇപ്പോൾ ദേവസ്വം ബോർഡ് നൽകിയ നിയമന ഉത്തരവും അടക്കം എല്ലാം നിയമപരമാണ്. അതിനെയൊന്നും ഹൈക്കോടതി ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ഹൈക്കോടതി വിധിയിൽ ഇവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത് വാര്യർ സമുദായത്തിൻ്റെ ഒരു സാമുദായികമായ ചില കാര്യങ്ങളെ കൂടെ കണക്കിലെടുത്താലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ സാധാരണ ആൾ സ്വർണം എന്ന് പറയുന്നത് പോലെ, വീട്ടിലുള്ള സ്വർണ്ണത്തെ കാണുന്ന പോലെ, ഭൂമിയെ കാണുന്ന പോലെ, മറ്റേതെങ്കിലും കച്ചവട നമുക്കുള്ള മറ്റേതെങ്കിലും ഒരു അസറ്റിനെ കാണുന്നത് പോലെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് വാര്യർ സമുദായാംഗങ്ങൾ കഴകം എന്ന് പറഞ്ഞ് അവർക്ക് ഏതെങ്കിലും ടെമ്പിളിലുള്ള ഒരു അവകാശത്തെ കാണുന്നത്. അപ്പോൾ ഇവരുടെ പാർട്ടീഷൻ വരുന്ന സമയത്ത് ഇവർ കഴകവും ഈ പാർട്ടീഷൻ ഡീഡിൽ ഉൾപ്പെടും. ഇന്ന ക്ഷേത്രത്തിൽ എനിക്കുള്ള കഴകം എൻ്റെ ഇന്ന മകന് അല്ലെങ്കിൽ മകൾക്ക് എന്നൊക്കെ എഴുതുന്ന സമ്പ്രദായമുണ്ട്.
സാധാരണ മരുമകൻ അതായത് അവർ മരുമക്കത്തായ സിസ്റ്റമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന ഒരു കാര്യമാണുള്ളത്. അപ്പോൾ ഈ സ്ത്രീ ആയിട്ടുള്ള ഫാമിലി മെമ്പറുടെ മക്കൾക്കായിരിക്കും ഇതിങ്ങനെ കൈമാറ്റം ചെയ്തു പോവുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പതിവ്. അങ്ങനെ ഇരിക്കെ ഇവർക്ക് ദേവസ്വം ബോർഡുമായിട്ട് ഹരികൃഷ്ണൻ ഉണ്ടാകാൻ സാധ്യതയുള്ള തർക്കം എന്താ? ഹരികൃഷ്ണൻ ആ ദേവസ്ഥയിലുള്ള കഴക അവകാശം സംബന്ധിച്ച്, ആ കഴകത്തിൽ ഹരികൃഷ്ണനുള്ള അവകാശം സംബന്ധിച്ച് ദേവസ്വം ബോർഡും ഹരികൃഷ്ണനും തമ്മിൽ ഒരു വസ്തു തർക്കം ഉണ്ടെങ്കിൽ ആ തർക്കം അവർക്ക് സിവിൽ കോടതിയെ സമീപിച്ച് പരിഹരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഹരികൃഷ്ണൻ അവിടെ പോയി എനിക്ക് ഈ 2 മാസത്തിൽ കൂടുതൽ അവകാശം എനിക്കുണ്ട് എന്ന് ഹരികൃഷ്ണൻ്റെ അഡ്വക്കേറ്റ് കോടതിയിൽ വാദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് 12 മാസം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു തുണ്ട് കടലാസ് കൊണ്ട് പോലും അവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. കാരണം കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഈ പറയുന്ന തെക്കേ വാര്യർ ഫാമിലിക്ക് ഇത്രയ്ക്കധികം ഈ 12 മാസവും കഴകം ഉണ്ടായിരുന്നുള്ളതിന് ഒരു തെളിവില്ലെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ അവിടെ അറക്കൽ പിഷാരമെന്നും കൃഷ്ണ പിഷാരമെന്നും പേരെ 2 പിഷാരുടെ കുടുംബങ്ങൾക്കാണ് കൂടുതൽ മാസത്തിൽ അവകാശം ഉണ്ടായിരുന്നത്. അവർ ആ കാരാണ്മാവകാശം സറണ്ടർ ചെയ്ത സമയത്താണ് 10 മാസം അവരുടെ കയ്യിലായിരുന്നു. 2 മാസം മാത്രമാണ് ഈ ഹരികൃഷ്ണൻ്റെ ഫാമിലിക്കുള്ളത്. അപ്പോൾ അവർ ആ 10 മാസം സറണ്ടർ ചെയ്ത 10 മാസത്തേക്കാണ് ആ ദേവസ്വം ബോർഡ് നേരിട്ട് ഒരാളെ താൽക്കാലികമായി നിയമിച്ചു. അദ്ദേഹമാണ് രാമേന്ദ്രനെ 10 മാസത്തേക്ക് നിയമിച്ചു. പിന്നീട് അദ്ദേഹം 95 സ്ഥിരം ജീവനക്കാരനായി. ആ പോസ്റ്റിൽ അദ്ദേഹം വർഷങ്ങളോളം പ്രവർത്തിച്ചു, റിട്ടയർ ചെയ്തു, പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 40 വർഷം ഒരാൾ ജോലി ചെയ്ത് റിട്ടയറായി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തസ്തിക എൻ്റെ ഫാമിലിയുടെ കഴകാവകാശമാണെന്ന് ഹരികൃഷ്ണന് തോന്നാൻ ഒരു ഈഴവൻ ക്ഷേത്രത്തിലേക്ക് കടക്കേണ്ട വന്നു. ഇതുവരെ തോന്നിയിട്ടില്ല. 40 വർഷം പഴക്കമുള്ള ഇത്തരത്തിലുള്ളൊരു തർക്കം ഹൈക്കോടതി ഫയൽ സ്വീകരിക്കുന്നു പോലും ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അവർ ഇതാണ് ഇപ്പോൾ കേസ് അവർക്കവിടെ പറയാം. ഇപ്പോൾ ഇവിടെ ഹാജരാക്കാത്ത എന്തെങ്കിലും തെളിവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് കീഴ്ക്കോടതിയിൽ കൊണ്ടു കൊടുക്കാം. അതിന് നമ്മൾ യാതൊരു തരത്തിലുള്ള തടസ്സമില്ല. പക്ഷെ അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല അവർ കോടതിയിൽ ഹാജരാക്കിയത് അവരുടെ ഒരു ഭാഗാധാരമാണ്. അത് വായിച്ചു നോക്കിയാൽ അവരവകാശപ്പെടുന്നത് തന്നെ കേവലം 5 മാസമാണ്. 5 മാസം അവർ കഴുകണ്ടെന്ന് പറയുന്നത്. അത് മാത്രമല്ല, അവർക്ക് മറ്റ് പല ഡ്യൂട്ടീസും ആ ക്ഷേത്രത്തിൽ ഉള്ളതായി ഈ ആധാരത്തിൽ തെളിവുണ്ട്. അവിടുത്തെ കൂത്തമ്പലത്തിൻ്റെ സംരക്ഷണവും ഇതൊക്കെ ചുമതല ഇവർക്കായിരുന്നു എഴുതി വെച്ചിട്ടുള്ളത് പ്രകാരം. അത് ശരിയാണെങ്കിൽ ആ കൂത്തമ്പലം നല്ല രീതിയിൽ സംരക്ഷിക്കാത്തതുകൊണ്ട് അടിച്ചു വരാതെ അത് വൃത്തിയായി സംരക്ഷിക്കാത്തതിൻ്റെ പേരിൽ ആ കൂത്തമ്പലം നശിച്ചു പോവുകയും 2.25 കോടി രൂപ ചെലവാക്കിയിട്ടാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ ആ കൂത്തമ്പലം നവീകരിച്ചിട്ടുള്ളത്. അതിന് ആര് സമാധാനം പറയും? തെക്കേ വാര്യം പറയുമോ? മാത്രമല്ല, തെക്കേ വാര്യം പറയുന്നത് ഞങ്ങൾ പാരമ്പര്യ കഴകക്കാരാണെന്ന് ഇപ്പോൾ തെക്കേ വാര്യം എന്ന് അവകാശപ്പെടുന്നു ഇവർ പറയുന്നു. ഇതും പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ്. ഇവർ തന്നെ കോടതിയിൽ മഹാകവി ഉള്ളൂർ കോടതി കയറിയ കേസാണ് കേട്ടോ. അങ്ങനെ ഒരു കൗതുകം കൂടി ഈ കേസിലുണ്ട്. കാരണം ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രം ഇവർ കോടതിയിൽ ഒരു തെളിവായി ഹാജരാക്കിയിരുന്നു. ഇവരുടെ കുടുംബാവകാശം തെളിയിക്കാനാണ് ഹാജരാക്കിയത്. വളരെ രസകരമായി എനിക്ക് തോന്നി. കാരണം ഈ ഉണ്ണായി വാര്യരുടെ കഥ പറയുന്ന സമയത്താണ് ഇത് പറയുന്നത്. അപ്പോൾ തെക്കേ വാര്യം എന്ന് പറയുന്ന ഒരു കുടുംബം ഉണ്ടെന്നും ആ കുടുംബം ഉണ്ടായിരുന്നെന്നും ആ കുടുംബമാണ് അവിടുത്തെ പാരമ്പര്യമായിട്ടുള്ള മാലക്കഴകം ചെയ്തതെന്നുള്ള പരാമർശം തെളിയിക്കാനായിട്ടാണ് ഇവർ കൊണ്ടുവയ്ക്കുന്നത്. പക്ഷെ ഉള്ളൂർ എഴുതിയിരിക്കുന്നത് എന്താ? അവിടെ തെക്കേ വാര്യം എന്ന് പറയുന്നൊരു വാര്യം ഉണ്ടായിരുന്നുവെന്നും അത് അന്യം നിന്നുപോയെന്നും അത് അകത്തൂട്ട് വാര്യത്തിൽ ലയിച്ചു എന്നുമാണ് സാഹിത്യചരിത്രത്തിലുള്ളത്. അപ്പോൾ ഇതേത് തെക്കേ വാര്യമാണെന്നൊരു ചോദ്യമുണ്ട്. ഉള്ളൂരിൻ്റെ കാലത്ത് എന്തായാലും തെക്കേ വാര്യം അകത്തോട്ട് വാര്യത്തിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തെക്കേ വാര്യം എന്ന് അവകാശപ്പെട്ട ഒരു ഫാമിലി അവിടെ നിൽക്കുകയും ഞങ്ങൾക്കാണ് ഇതിൻ്റെ സർവാധികാരം എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് വളരെ കൗതുകരമാണ്. ഈ ഫാമിലി ഹിസ്റ്ററിയൊക്കെ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇവരാണോ തെക്കേ വാര്യം അന്യം നിന്നതിന് ഉള്ളൂരിൻ്റെ സാഹിത്യചരിത്രം തെളിവായി എടുക്കുകയാണെങ്കിൽ ഈ ഹരികൃഷ്ണൻ്റെ ഫാമിലിക്കോ മെമ്പേഴ്സിനോ യാതൊരു അധികാരമില്ല എന്ന് പോലും പറയേണ്ടി വരും. ഇനി അവർക്ക് ഈ സിവിൽ കോടതിയെ സമീപിച്ച് മറ്റൊരു കാര്യം കോടതി പറഞ്ഞത്, ഈ പറയുന്നത് കഴകം എന്ന് പറയുന്ന പ്രവൃത്തി ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്, അതുള്ളൊരു സെക്യുലർ ആക്ടിവിറ്റി ആണെന്നുള്ളതാണ് നിർണായകമായ ചോദ്യം. ഇക്കാര്യത്തിൽ ആ പരാമർശവും കോടതിയുടെ ആ പരാമർശവും കൗതുകകരമായ ഒന്നാണ്. കാരണം ഈ വിഷയത്തിൽ ധാരാളം ജഡ്ജ്മെൻറ്റ്സ് ഉള്ളതാണ്. ഒന്ന്, കേരള ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിൽ നിന്നുള്ളൊരു വലിയ വളരെ മഹത്തരമായ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അത് ആദിത്യൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കേസാണ്. അത് ആദിത്യൻ എന്ന് പറയുന്ന ഒരു നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ഒരാൾ, അന്ന് ഈഴവ സമുദായത്തിൽപ്പെട്ട രാകേഷ് തന്ത്രികൾ, പറവൂർ ശ്രീധരൻ മകൻ രാകേഷ് തന്ത്രികൾ ഇവിടെ
ഒരു ക്ഷേത്രത്തിൽ ജോലിക്കാരനായി ദേവസ്വം നിയമിച്ച സമയത്ത് അത് തൻ്റെ മതവികാരം വ്രണപ്പെടുത്തിയിരിക്കുന്നു, ശിവഭക്തനായ എന്നെ അത് വ്രണപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കേസിന് പോയ കേസാണ് പ്രമാദമായ ആദ്യത്തെ കേസ്. ആ കേസിൻ്റെ ആദ്യത്തെ ജഡ്ജ്മെൻറ്റ് ഇത് ഈ പറയുന്ന രാകേഷ് തന്ത്രികൾക്ക് എതിരായിരുന്നു, ആദ്യത്തിന് അനുകൂലമായിരുന്നു. ആ കേസിൻ്റെ അപ്പീലിലാണ് കേരള ഹൈക്കോടതിയിലെ ഫുൾ കോർട്ട് കേസ് കേട്ട് വളരെ വിശദമായൊരു ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ കോടതി പറയുന്ന കാര്യം, ഇന്ത്യൻ ഭരണഘടനയുടെ തീം സോങ് എന്ന് തന്നെ പറയുന്നത് ജാതിയെ ഇല്ലാതാക്കുക, അയിത്തം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഭരണഘടനയിൽ അയിത്തം ആചരിക്കുക എന്ന് പറയുന്നത് കുറ്റമായി ഭരണഘടനയ്ക്കകത്ത് ഒരു അനുച്ഛേദമായി എഴുതി ചേർത്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നമ്മളുടെ മൗലികാവകാശങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിൽ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ഭരണഘടനയിൽ തന്നെ ഊന്നിപ്പറയുക എന്ന് പറഞ്ഞാൽ, ഈ രാജ്യം നിലനിൽക്കുമ്പോൾ ഈ രാജ്യം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഈ രാഷ്ട്രത്തിൻ്റെ ഒരു ദൗത്യമാണ് അയിത്തം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത്. അത് ശ്രീകോവിലിനകത്തുള്ള അയിത്തവും അതിൽപ്പെടും. ആ കേസിൽ ഇത് ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പുരോഹിതൻ എന്ന് പറയുന്നത്, ശാന്തിക്കാരൻ എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഹെഡ് അല്ല, അത് ഒരു ജോലിയാണ്. മാത്രമല്ല ശേഷമാൾ കേസുണ്ട്. ഈ ശേഷമാൾ എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതിയുടെ തന്നെ ഈ അർച്ചക എന്ന് പറയുന്ന സംഭവം, പുരോഹിതൻ എന്ന് പറയുന്ന കാര്യം ഒരു സെക്യുലർ ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞിട്ടുള്ള കൃത്യമായ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. ഇനിയിപ്പോൾ കഴകത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം വരേണ്ട കാര്യം നോക്കില്ലല്ലോ, എങ്കിലും അത് വീണ്ടും കീഴ്ക്കോടതി പരിശോധിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ കോടതി പരിശോധിക്കട്ടെ. ഇന്ത്യയിലെ പരമോന്നത കോടതിയുടെ വിധി നിയമമായി നിലനിൽക്കെ അനുരാഗിൻ്റെ ജോലിയെ പ്രതികൂലമായി ബാധിക്കുന്ന യാതൊരു ഉത്തരവും ഇന്നത്തെ ഇന്ത്യയിൽ, നമ്മളുടെ ഭരണഘടനാ വാഴ്ച നിലനിൽക്കുന്ന ഇന്ത്യയിൽ സാധ്യമല്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. മാത്രമല്ല ഈ എതിരെ വാദിക്കാൻ പോകുന്ന ആളുകളുടെ കയ്യിൽ ഒരു തുണ്ട് കടലാസ് പോലും തെളിവായില്ല എന്നുള്ളതും ഹൈക്കോടതിയിൽ കേസിനെ വളരെ കൃത്യമായി ഫോളോ ചെയ്ത ഒരാളെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഈ നിയമനം നടത്തുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതും. അപ്പോൾ കൃത്യമായി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ ഒരു നിയമനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നത് അയിത്തം തിരിച്ചു കൊണ്ടുവരണം എന്ന വാദം തന്നെയല്ലേ അവർ ഉന്നയിക്കുന്നത് അതിലൂടെ, ആ ഹർജിയിലൂടെ? തീർച്ചയായും ഞങ്ങൾക്ക് ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് അയിത്തം ആചരിക്കാൻ അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമായി നമ്മളുടെ ഈ പറയുന്ന തരണല്ലൂർ മലയിലെ 5 ഫാമിലിയിൽപ്പെട്ട ആളുകൾ മാറിയിരിക്കുന്നു. അതിൽ ആനി പ്രകാശ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കുടുംബം ഒഴികെ ബാക്കി എല്ലാവരും ഈ നിലപാടിൽ നിൽക്കുകയാണ്, നഗരമണ്ഡലം ഉൾപ്പെടെ. ഈ നഗരമണ്ഡലത്തിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. അവർ ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശികളെ ആയിരുന്നില്ല. അവരെ പിന്നീട് ഈ നമ്മളുടെ ഈ തച്ചുടൈ കൈമളുടെ ഒരു ഭരണത്തിൽ നിലനിന്നിരുന്ന ക്ഷേത്രമാണത്. അപ്പോൾ തച്ചുടൈ കൈമൾ അവരെ പിന്നീട് ഇതിലേക്ക് ഉൾപ്പെടുത്തിയാണ് ഇവർ വരുന്നത്. പിന്നീട് അവർക്ക് അവകാശം കിട്ടിയതാണ്. അവർക്ക് ഇല്ലാതിരുന്ന ഒരു അവകാശം പിന്നീടാണ് ഇവർക്ക് കിട്ടിയത്. അവരെ അതിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അതുപോലെ ഇപ്പോൾ അനുരാഗിനൊരു അവകാശം കിട്ടുമ്പോൾ എതിർക്കാൻ നഗരമണ്ണ് കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിൽ കൗതുകം. മാത്രമല്ല ഇവർ ആചാരത്തെ പറ്റി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഏത് ആചാരത്തെ പറ്റിയാണ് ഈ തന്ത്രിമാർ പറയുന്നത് നമ്മൾ ചോദിക്കേണ്ടവർ. ഇവർ നമ്പൂതിരിമാരാണ്, നമ്പൂതിരിമാരുടെ ആചാരമാണ് പറയുന്നതെങ്കിൽ നമ്പൂതിരിമാരുടെ ആചാരം എന്താണ്? ഈ നവോത്ഥാനം എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ നടത്തിയ വലിയ മനുഷ്യർ നടത്തിയ മനുഷ്യൻ്റെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ ഒടുവിലല്ലേ ഇന്ന് കാണുന്ന ഒരു കുടുംബ സമ്പ്രദായം ഉണ്ടായത്? നമ്പൂതിരിമാരുടെ സ്ത്രീകൾക്ക് മറക്കിടക്കുള്ളിലും മഹാനരകമായിരുന്നു ജീവിതം. അവിടുത്തെ മൂത്ത പുത്രന്മാർക്ക് മാത്രമേ വിവാഹം കഴിച്ച് നമ്പൂതിരി സ്ത്രീയെ വിവാഹം കഴിക്കാൻ അർഹതയുള്ളൂ. ആചാരം നോക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും നമ്പൂതിരി സ്ത്രീകളുടെ ഭർത്താക്കന്മാരാണ്. ഈ പറയുന്ന തന്ത്രിമാർ ഓരോരുത്തരും മറ്റു ഇല്ലങ്ങളിൽപ്പെട്ട നമ്പൂതിരി സ്ത്രീകളെ തന്നെ വിവാഹം കഴിച്ചിരിക്കുന്ന ആളുകളാണ്. ഏത് ആചാരമാണ് ഇവരെ ഈ വിവാഹത്തിന് അനുമതി കൊടുത്തിരിക്കുന്നത്? അതിൽ പരിഷ്കാരം ഉണ്ടായിട്ടുണ്ട്. അതിൽ പരിഷ്കാരമുണ്ട്. അപ്പോൾ നമ്പൂതിരി സമുദായത്തിലെ മൂത്ത പുത്രന് മാത്രമാണ് ഈ അവകാശം കിട്ടുക. രണ്ടാമത്തെ മൂന്നാമത്തെ പുത്രന്മാർ വിവാഹ സംബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളുമായിട്ടാണ്. അവരിലുണ്ടാകുന്ന കുട്ടികളെ തൊടാൻ പോലും ഇവർക്ക് അവകാശമില്ല. സ്വന്തം പുത്രനെ ആലിംഗനം ചെയ്യാൻ അവകാശമില്ല. അപ്പോൾ നായർ സ്ത്രീയിലോ മറ്റ് സ്ത്രീകളിലോ ഉണ്ടാകുന്ന പുത്രന്മാർക്ക് നമ്പൂതിരി പദവിയില്ലല്ലോ. അപ്പോൾ ഇവർ വിവാഹം കഴിച്ചിരിക്കുന്നത് പോലും ആചാരവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല തന്ത്രിസ്ഥാനം ഇവർ എങ്ങനെയാണ് ഈ 10-30 പേര് അവകാശപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ മൂത്ത പുത്രന്മാർക്ക് മാത്രമല്ലേ തന്ത്രിയാവാൻ പറ്റൂ? അത് ഇവിടെ നടക്കുന്നുണ്ടോ? മാത്രമല്ല ഇത്തരത്തിൽ അവർക്ക് അനുകൂലമായതും അവർക്ക് മനുഷ്യൻ്റെ അന്തസ്സും മനുഷ്യാവകാശവും ലഭ്യമാകുന്നതുമായ എല്ലാ പരിഷ്കരണത്തെയും
അവർ സ്വീകരിച്ചിട്ടുണ്ട്. അത് തെറ്റല്ല, സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അതേസമയം മറ്റുള്ളവരുടെ മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ആചാരം പറയുന്നു. ഇതെന്ത് ആചാരത്തിനെ കുറിച്ച് ഇവർ പറയുന്നത്? മുൻപ് നമ്മൾ ഓർക്കണം, ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെയുള്ള വഴി, കുട്ടംകുളത്തിൻ്റെ മുമ്പിൽ വരെ ആ വഴിയിലൂടെ കടന്നു പോകാൻ അവർണരായിട്ടുള്ള ആളുകൾ ഇവർ അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് ആചാരപ്രകാരം കടന്നു പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവിടെ കുട്ടംകുളം സമരം നടക്കുന്നത് ഈ മണ്ണിൽ. 46 എന്നാ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നേ? 36. അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ട് പോലും ആ നാട്ടിലെ ഇരിഞ്ഞാലക്കുടയിലെ ആളുകൾക്ക് ആ ക്ഷേത്രത്തിന് മുമ്പിലൂടെ നടന്നു പോകാൻ സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് കഥ. ഇവരുടെ ആചാര സംരക്ഷണത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ കുറേ പിന്നോട്ട് പോകണം. കാരണം 1919 ഈ ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തിന് വളരെ അടുത്തുള്ള താണിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ലഹള നടക്കുന്നത്. ആ ലഹള ഒരു ആചാര പരിഷ്കരണത്തിനെതിരെ ഇവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ലഹളയാണ്. പരിഷ്കരിക്കപ്പെടുക, മനുഷ്യർ പുരോഗമനപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അതിനെതിരെ നിൽക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ 100 വർഷമായിട്ട് ഇവരും അവിടുത്തെ അടിസ്ഥാന ജനതയും തമ്മിൽ നേർക്ക് നേരെ യുദ്ധം നടക്കുന്ന സ്ഥലമാണത്. താണിശ്ശേരിയിൽ ശ്രീനാരായണ ഗുരു ആചാരങ്ങളെ പരിഷ്കരിക്കുന്ന ഒരു സമയമാണ് ശ്രീനാരായണ പ്രസ്ഥാനം. ആ ശ്രീനാരായണ പ്രസ്ഥാനം ആചാര പരിഷ്കരണം നടത്തുന്ന സമയത്ത് അവരുടെ ലക്ഷ്യം കേവലം ആചാരങ്ങൾ പരിഷ്കരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ മനുഷ്യനാകുക എന്നുള്ളതാണ്. മനുഷ്യനായി മാറുന്ന ഒരു സന്ദർഭമാണ് നവോത്ഥാനം. അപ്പോൾ ബ്രാഹ്മണികമായ ചില ആചാരങ്ങളെ അവർ അതിൽ ഈ പറയുന്ന അടിസ്ഥാന ജനത കീഴ്ജാതിക്കാരാണ് എന്ന് അവരെ കൂടെ ബോധ്യപ്പെടുത്തുന്ന ചില ആചാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഗുരു ഈ മദ്യം അല്ലെങ്കിൽ ദുർദേവതകളെന്ന് അവർ വിശേഷിപ്പിക്കുന്ന ദേവതകളെ മാത്രമേ ഇവർ ആരാധിക്കാൻ പാടൂ എന്ന ആ നിബന്ധനയെ ഗുരു എതിർക്കുന്നത് കൊണ്ടാണ്. മനുഷ്യാന്തസ്സിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ ഇവിടെ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ പുല ആചരിക്കുന്നത് 10 ദിവസം പുല ആചരിച്ച് 11-ാം ദിവസം പുല വീടുക എന്ന് പറയുന്ന അവകാശം ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണ്. ജാതിയിൽ നിങ്ങൾ എത്രമാത്രം താഴ്ന്നു പോകുന്നു അതിനനുസരിച്ച് നിങ്ങൾ പുല വീടേണ്ട ദിവസവും കൂടി പോകും. അപ്പോൾ 16 ദിവസമാണ് നായന്മാർ പുല വീടേണ്ടത്. അങ്ങനെ ഓരോ ജാതിക്കാർ, ചില ജാതിക്കാർക്ക് 30 ദിവസമൊക്കെയാണ് പുല. അപ്പോൾ ശ്രീനാരായണ ഗുരു പറയുന്ന കാര്യം 10-ാം ദിവസം എല്ലാവർക്കും പുല വിടാന്നുള്ളതാണ്. അതും ചടങ്ങുകളൊന്നുമല്ല ഗുരു പറയുന്നത്, മറിച്ച് പരേതനായ ആളുടെ ആത്മശാന്തിക്ക് വേണ്ടി എല്ലാ ദിവസവും ഒന്നിച്ച് ചേർന്ന് ചെറിയ ചില സുഗന്ധദ്രവ്യങ്ങളൊക്കെ പുകച്ച് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് 10 അണയിൽ കൂടുതൽ ചിലവാക്കരുതെന്നും ഗുരു പറയുന്നുണ്ട്. എന്തായാലും 10 ദിവസമേ ഞങ്ങൾ പുല ആചരിക്കൂ എന്നതാണ് അന്ന് ഈ ശ്രീനാരായണീയരായിട്ടുള്ള ആളുകൾ എടുക്കുന്ന ഒരു തീരുമാനം. അങ്ങനെ 10-ാം ദിവസം അവിടെ മേനോത്ത് വീട് എന്ന് പറയുന്നൊരു വീട്ടിൽ 10-ാം ദിവസം പുല വീടാൻ തീരുമാനിച്ചപ്പോൾ അവർ ഈ പറയുന്ന നെടുമ്പുള്ളി, താരനല്ലൂർ നെടുമ്പുള്ളി എണ്ണത്തിൻ്റെ അവിടുത്തെ കുടികിടപ്പുകാർ, അവരുടെ പാട്ടം ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആളുകൾ കൂടിയായിരുന്നു. ആ വീട്ടുകാരോട് പറയുന്നത്, നിങ്ങൾ 10-ാം ദിവസം പുല വിടാൻ പറ്റില്ല, നിങ്ങൾ ആചാരപ്രകാരം നിങ്ങളുടെ ജാതിക്ക് വിധിച്ച ദിവസം മാത്രമേ പുല വിടാൻ പറ്റൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത്, ഇല്ലില്ല, ഞങ്ങൾ ഗുരുദേവൻ്റെ വാക്കാണ് ഞങ്ങൾ കേൾക്കുക എന്ന് പറയുകയും അങ്ങനെ ധർമ്മപട സംഘത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളുകളുണ്ട്, ബോധാനന്ദ സ്വാമിയുടെ ആളുകൾ. അവരെല്ലാവരും കൂടെ സംഘടിച്ച് 10-ാം ദിവസം കഴിഞ്ഞാൽ 11-ാം ദിവസം തന്നെ പുല വിടാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ തീരുമാനിച്ച് ഈ ധർമ്മപടന്മാരെല്ലാവരും സംഘടിതമായി ഈ പുല വീടുന്ന ഈ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് മുമ്പിൽ നിന്നെല്ലാം ആക്രമണം വരുന്നത്. പിന്നിൽ നിന്ന് അവരടിച്ച ലഹളയുണ്ടായ ആ സംഭവമാണ് ഈ പറയുന്ന താണിശ്ശേരി ലഹള എന്ന് പറയുന്നത്. അന്ന് അവിടുത്തെ അടിസ്ഥാന ജനത മുഴുവൻ സംഘടിച്ച് ഈ ഇല്ലം മന പൊളിക്കാൻ പോയതാണ്. ബോധാനന്ദ സ്വാമിയാണ് അതും തടയുന്നത്. പൊളിച്ചു കളയേണ്ട മനകളൊക്കെ പിന്നീട് നമ്മൾ ചെത്തുതൊഴിലാളി ഓഫീസാക്കി മാറ്റിയ ചരിത്രം ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവർ മനസ്സിലാക്കണം, ഇവരെ അന്ന് ഇവരിടപെട്ട ഇടപെടൽ അത് തന്നെയാണ് പിന്നീട് നമ്മൾ 19 കഴിഞ്ഞ് 36 ക്ഷേത്രപ്രവേശന വിളംബരം വന്നു. അപ്പോഴും വലിയ കൗതുകമുണ്ട്. ഇവരുടെ ഇരട്ടത്താപ്പിൻ്റെ ചരിത്രങ്ങൾ നീണ്ടു കിടക്കുകയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയിലേക്ക് തരണല്ലൂർ എന്ന് പറയുന്നത് നിസ്സാരക്കാരനായ ഒരാളല്ല. തരണല്ലൂർ ഫാമിലി വളരെ പ്രധാനപ്പെട്ട ഒരു ഫാമിലിയാണ് ഈ നമ്പൂതിരിമാരുടെ ഇടയിൽ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രം ഈ ഫാമിലിക്കാണ് ഉള്ളത്. അപ്പോൾ അന്ന് തരണല്ലൂരിൻ്റെ ഒരു പ്രതിനിധി ഈ ക്ഷേത്ര പ്രവേശനത്തിനെ പറ്റി അന്വേഷിക്കുന്ന സമിതിയിലേക്ക് വെക്കുന്നുണ്ട്. അദ്ദേഹം പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയാണ് അതിന് ചുമതലപ്പെടുന്നത്. നീലകണ്ഠ ശർമ്മയുടെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. 1075 പേജ്. എന്തുകൊണ്ട് അവർണരും ദളിതരും ആയിട്ടുള്ള ആളുകൾ, സവർണരല്ലാത്തവർ എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചുകൂടാ എന്ന് സ്മൃതികൾ, ശ്രുതികൾ, ധർമ്മശാസ്ത്രങ്ങളെല്ലാം നിരത്തി
വാദിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ തരണല്ലൂർ ഫാമിലിക്ക് വേണ്ടി അത് അവിടെ സമർപ്പിക്കപ്പെട്ടത്. തരണല്ലൂർ ഫാമിലിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ തരണല്ലൂർ ഫാമിലിയുടെ പ്രതിനിധി അവിടെ സമർപ്പിച്ച റിപ്പോർട്ട്. ഇത് ചരിത്രരേഖയായി നമ്മുടെ മുമ്പിലുണ്ട്. ഇത് പക്ഷേ തിരുവിതാംകൂർ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയും മതം മാറ്റം ഒക്കെ പേടിച്ച് അവർ ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെ വാതിലുകൾ എല്ലാ ജാതിക്കാർക്കുമായി തുറന്നു കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ എന്തു പറയണം? ഞങ്ങളിനി ഈ ക്ഷേത്രത്തിലേക്കില്ല, അവർ കയറിയ ക്ഷേത്രത്തിലേക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിട്ടു നിൽക്കല്ലേ ചെയ്യേണ്ടത്. അത് ചെയ്തില്ല. അന്ന് തിരുവിതാംകൂറിൽ ഈ ബഹിഷ്കരണ സമരം ഉണ്ടായില്ല എന്ന് ചുരുക്കം. ഇന്ന് അനുരാഗിൻ്റെ ഈഴവൻ ക്ഷേത്രത്തിൽ കയറിയാൽ ഞങ്ങൾ ഈ ക്ഷേത്രം അടച്ചിട്ട് ബഹിഷ്കരിക്കുന്നു പറയുന്ന തരണല്ലൂര്. അന്ന് അവർണർ കയറിയാൽ ഞങ്ങൾ ഈ ക്ഷേത്രം ബഹിഷ്കരിക്കുന്ന തിരുവിതാംകൂർ പറഞ്ഞില്ല. പകരം തിരുവിതാംകൂറിൽ വീണ്ടും പോവുകയും തന്ത്രം ചെയ്യുകയും എല്ലാം ചെയ്തു. അതേസമയം കൊച്ചി രാജ്യത്ത് അവർക്കുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ ആളുകൾ അകറ്റി നിർത്തി. പിന്നെ ഇവിടെ സമരമാണ്, നമുക്കറിയാലോ, പാലിയത്ത് സമരമാണ്, കുട്ടംകുളം വഴിയിൽ സമരമാണ്. 10 വർഷത്തിന് ശേഷവും കുട്ടംകുളം വഴിയിലൂടെ നടക്കാൻ ഇവർ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് എവിടെയൊക്കെയാണോ അധികാരമുള്ളത് അവിടെയെല്ലാം ഇവർ കൃത്യമായി ഈ തങ്ങളുടെ ഈ ഫ്യൂഡൽ അധികാരവും വാഴ്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും അത് നഷ്ടപ്പെടുന്ന സമയത്ത് സറണ്ടർ ആവുകയും ചെയ്യുന്ന ചരിത്രമാണുള്ളത്. ഇവിടെയും സറണ്ടർ ആവും. കാരണം അതുകൂടെ ഞാൻ പറയാം. കാരണം തരണല്ലൂർ ഫാമിലിയിൽപ്പെട്ടവരും നഗരമണ്ണ് ഫാമിലിയിൽപ്പെട്ടവരും കൂടൽമാണിക്യത്തിലെ തന്ത്രിമാരാണ് ഞങ്ങളെന്ന് ആയിരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമല്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആവശ്യമല്ല, ഇവിടുത്തെ SNDP യോഗത്തിലുള്ള പ്രവർത്തകരുടെ ആവശ്യമില്ല, ഇവിടുത്തെ KPMSകാരുടെ ആവശ്യമില്ല, ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ആവശ്യമില്ല, ഇരിഞ്ഞാലക്കുട അങ്ങാടിയിൽ ഒരാളുടെ ആവശ്യമില്ല. അത് അവരുടെ മാത്രം ആവശ്യമാണ്. ഈ കേരളത്തിന് പുറത്തും അവർ ഈ പൂജ ചെയ്യുന്നത്, ധാരാളം പൂജകൾ അവർക്ക് കിട്ടുന്നത് അവർ കൂടൽമാണിക്യം ക്ഷേത്ര സങ്കേതത്തിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ നിലവിലെ തന്ത്രിമാരാണെന്നുള്ളതാണ് അവരുടെ മേൽവിലാസം. ഈ മേൽവിലാസം അവർക്ക് നിലനിൽക്കേണ്ടത് അവരുടെ മാത്രം ആവശ്യമാണ്, നമ്മുടെ ആരുടെ ആവശ്യമില്ല. ഒരു തന്ത്രി പോയാൽ വേറെ തന്ത്രി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ സൈറ്റിലൊന്ന് കയറി നോക്കൂ. ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അംഗീകരിച്ച തന്ത്രിമാരുടെ വലിയ നീണ്ട ലിസ്റ്റുണ്ട്. ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അംഗീകരിച്ച തന്ത്രിമാരാക്കാനായിട്ട് ആളുകൾക്ക് പരിശീലനം കൊടുക്കാൻ സാധിക്കുന്ന സ്ഥാപനങ്ങളുടെ ലിസ്റ്റുണ്ട്. ഇവിടെ നിന്നെല്ലാം പഠിച്ചിറങ്ങിയ ആളുകൾ തന്ത്രിമാർ തന്നെയാണ്. അതിൽ എല്ലാ സമുദായത്തിലും പെട്ട ആളുകളുണ്ട്. അങ്ങനെ ധാരാളം തന്ത്രിമാർ ഇവിടെയുണ്ട്. ഇന്ന് ഈ കേരളത്തിൽ ഒരു തന്ത്രി സമ്മേളനം വിളിച്ചു കൂട്ടിയാൽ 1000 പേര് വരും. അപ്പോൾ തന്ത്രിമാർക്ക് ഇവിടെ ഒരു കുറവുമില്ല. ഇവർ ബഹിഷ്കരണ സമരം പ്രഖ്യാപിച്ചാൽ ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യം ഇത്തരത്തിൽ 18,000 രൂപ മുടക്കി ആരെങ്കിലും റെസീറ്റ് എടുത്തിട്ട് അവിടെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം വന്ന് നിന്നിട്ട് അവിടെ ഒരു കളഭം വഴിപാട് മുടങ്ങിപ്പോയാൽ ആ മുടങ്ങി ദേവസ്വത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ദേവസ്വത്തിലെ പൂജ മുടക്കുകയും ചെയ്യുന്ന ആളുകളെ പിന്നെ തന്ത്രിസ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കരുത്. പുരാണങ്ങളിലൊക്കെ പറയും, പൂജ മുടക്കുന്നവർ, യാഗം മുടക്കുന്നവർ രാക്ഷസന്മാർ. ഇവിടെ ആരാ പൂജ മുടക്കുന്നത് വെല്ലുവിളിക്കുന്നത്? അപ്പോൾ ആരാ രാക്ഷസന്മാർ? അപ്പോൾ ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ഇവർ പുരാണം വായിച്ച് നോക്കണം. അപ്പോൾ പൂജ മുടക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ രാക്ഷസന്മാരല്ല പൂജ മുടക്കുന്നത്, അവർണരല്ല പൂജ മുടക്കുന്നത്, കമ്മ്യൂണിസ്റ്റുകാരല്ല പൂജ മുടക്കുന്നത്, ഇവിടെ സമരം ചെയ്തവരല്ല പൂജ മുടക്കുന്നത്, അനുരാഗല്ല പൂജ മുടക്കുന്നത്. പൂജ മുടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് തന്ത്രിമാരാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തി, അവർ ചെയ്യുന്ന ജോലിയോടുള്ള അവരുടെ ആത്മാർത്ഥതയും കൂറും വിശ്വാസമില്ലായ്മയുമാണ്. അങ്ങനെ ചെയ്ത ഒരാൾക്ക് പിന്നെ തന്ത്രിയായി തുടരാൻ അവകാശമില്ല. ഈ വിശ്വാസ സമൂഹം ഇവർ എതിർക്കണം. പുരോഗമന സമൂഹം എതിർക്കുന്നതിന് കാരണം ഇവർ ഇപ്പോഴും ഭരണഘടനാ വിരുദ്ധമായ അയിത്തം ആചരിക്കുന്നു എന്നാണെങ്കിൽ വിശ്വാസ സമൂഹം ഇവർ എതിർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ വിശ്വാസികളെയാണ് വെല്ലുവിളിക്കുന്നത്. അനുരാഗിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കേസ് പോകേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിയമസഹായം ചെയ്യുകയായിരുന്നു അവൻ പ്രധാനമായും ചെയ്തത്. എന്തൊക്കെ വെല്ലുവിളികളാണ് അതിൽ പ്രധാനമായും നേരിടേണ്ടി വന്നത്? നിയമപരമായ കാര്യത്തിൽ നമുക്ക് വലിയ വെല്ലുവിളികളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട് ബാലുവിനെ അവർ ഈ ഹരികൃഷ്ണൻ്റെ കേസിൽ 14ാമത്തെ റെസ്പോണ്ടൻ്റായി ചേർത്തിരുന്നു. സ്വാഭാവികമായും ബാലു ആ കേസിൽ കക്ഷി ചേരാൻ അർഹനാണ്. ആ സമയത്ത് ബാലു രാജിവെച്ചപ്പോൾ സ്വാഭാവികമായും ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ബാലു രാജിവെച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവിടുത്തെ ദേവസ്വം ബോർഡ് ബാലുവിൻ്റെ രാജിക്കത്ത് അംഗീകരിക്കുകയും അക്കാര്യം ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിനെ അറിയിക്കുകയും അവർ പിന്നീട് 8-ാം തീയതി തന്നെ അനുരാഗിനുള്ള അഡ്വൈസ് മെമ്മോ പുറപ്പെടുവിക്കുകയും ചെയ്തു. സ്വാഭാവികമായും 14ാമത്തെ റെസ്പോണ്ടൻ്റായ ബാലുവിൻ്റെ സ്ഥാനത്ത് അനുരാഗിന് അവിടെ ആ കേസിൽ കക്ഷി ചേരാവുന്നതാണ്, അഥവാ അവർ ചേർക്കേണ്ടതാണ്.
പക്ഷേ അവർ അനുരാഗ് അപേക്ഷയുമായി ചെന്നപ്പോൾ അനുരാഗിൻ്റെ അപേക്ഷയെ നഖശിഖാന്തം എതിർക്കുന്ന നിലപാടാണ് ഈ പറയുന്ന ഹരികൃഷ്ണൻ്റെ ആളുകൾ സ്വീകരിച്ചത്. കാരണം അനുരാഗിന് വേണ്ടി ഹാജരാകുന്നത് അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാനാണ്. കേരള സർക്കാരിൻ്റെ മുമ്പത്തെ അഡീഷണൽ എ ജി ആയിരുന്ന സീനിയർ അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാനാണ് ഹാജരാകുന്നത്. തമ്പാൻ ഫാമിലി ഇരിഞ്ഞാലക്കുടക്കാരാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ തന്നെ ഈ ക്ഷേത്രത്തെ ജനാധിപത്യവൽക്കരിക്കുന്ന കാര്യത്തിൽ അച്യുതമേനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ആളുകളും കൂടിയാണ്. അങ്ങനെ അവർക്ക് ആ ടെമ്പിളിനെ പറ്റി നല്ല ധാരണയുണ്ട്. അവിടുത്തെ ഈ ആചാരങ്ങളെ പറ്റിയും ധാരണയുള്ള ഒരു വക്കീലിനെ തന്നെയാണ് ഈ കേസിൻ്റെ കാര്യത്തിനായിട്ട് നമ്മൾ നിയോഗിച്ചത്. അപ്പോൾ ഈ കാര്യം അതുകൊണ്ട് അനുരാഗിനെ കക്ഷി ചേർക്കാതിരുത്താൻ പരമാവധി അവർ ശ്രമിക്കുകയും ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് അത് അനുരാഗിനെ കക്ഷി ചേരാനുള്ള അനുരാഗിൻ്റെ അപേക്ഷ അംഗീകരിക്കുകയും ചെയ്തു. പിന്നീട് അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ വളരെ മനോഹരമായ രീതിയിൽ തന്നെ വളരെ ശക്തമായ ആർഗ്യുമെൻസുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറഞ്ഞ ഞാനൊന്നും അതുവരെ ശ്രദ്ധിക്കാതിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ ജോയിൻറ്റ് ഫാമിലി എവിടെയുള്ളത്? കേരളത്തിൽ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് നിയമപരമായി തന്നെ നമ്മൾ ഇല്ലാതാക്കുകയും ഈ കൂട്ടുകുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്കെല്ലാം തന്നെ ഒരു ഷെയർ കൊടുക്കുകയും ചെയ്ത് നമ്മൾ കൂട്ടുകുടുംബം പിരിച്ചുവിട്ടവരാണ്. മറ്റൊരു കാര്യമുള്ളത് ഈ കാരായ്മ അവകാശവുമായി ബന്ധപ്പെട്ടാണ്. കാരായ്മ അവകാശികൾക്ക്, കാരായ്മ ഉള്ള ആളുകൾക്ക് കാരായ്മ ജോലി ചെയ്യുന്നതിന് പകരമായി പണ്ട് ദേവസ്വങ്ങളും രാജാക്കന്മാരൊക്കെ ഭൂമി നൽകുമായിരുന്നു. ഇതിലവർക്ക് ഉടമസ്ഥതയില്ല. എപ്പോഴാണോ ഇവർ സ്വമേധയാ ഇവരായിട്ട് ഈ കാരായ്മ അവകാശം നിർത്തുകയാണെങ്കിൽ ഭൂമി ഈ ക്ഷേത്രത്തിന് തിരിച്ചു കൊടുക്കണം. അങ്ങനെ കാരായ്മ പ്രവൃത്തിയിൽ നിന്നൊക്കെ കാരായ്മയായിട്ട് ചെയ്യേണ്ട ഈ പറയുന്ന അടിച്ചുതള്ളി ജോലിയിൽ നിന്ന്, ക്ഷേത്രത്തിലെ പാത്രം കഴുകുന്ന ജോലിയിൽ നിന്ന്, മാല കെട്ടുന്ന ജോലിയിൽ നിന്ന്, വിളക്ക് പിടിക്കുന്ന ജോലിയിൽ നിന്നൊക്കെ ആളുകൾ രക്ഷപ്പെട്ട് ഓടി അവർ പുതിയ സാധ്യതകൾ തേടി പോകുന്ന സമയത്ത് പല ഫാമിലീസിനും ഈ ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒന്നും. ആ സമയത്ത് അവരെ ഈ കാരായ്മ ജോലി അവസാനിപ്പിക്കുന്ന സമയത്ത് ഇവരുടെ ഭൂമികൾ ക്ഷേത്രങ്ങൾ തിരിച്ചാവശ്യപ്പെടുന്ന സ്ഥിതി വന്നു. ഇതിൽ വലിയൊരു മനുഷ്യത്വ വിരുദ്ധതയുണ്ട്. സ്വാഭാവികമായും കേരളത്തിലെ ജനാധിപത്യ സർക്കാരുകളാണ് ഇന്ന് ഈ അമ്പലവാസ സമൂഹം എന്ന് പറയുന്ന ആളുകൾക്ക് മുഴുവൻ നീതി ലഭ്യമാക്കിയത് ഇവിടുത്തെ ജനാധിപത്യ ഗവൺമെൻറ്റുകളാണ്, രാജാക്കന്മാരല്ല. രാജാക്കന്മാരുടെ കാലത്ത് ഇവർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവർ ആ ഭൂമിയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഈ ജോലി നിർത്തിയാൽ അടിമപ്പണിയാണ്. എങ്ങനെയാണോ ലായങ്ങളിലുള്ള മനുഷ്യർ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ്. പക്ഷെ ഇവർക്ക് കൂടുതൽ ഭൂമിയുണ്ട്, ചില പ്രിവിലേജുകൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, ഉടമസ്ഥത ഇല്ല. പക്ഷേ കേരളത്തിലെ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്തു? നിയമസഭയിൽ നിയമം കൊണ്ടുവന്ന് ഇവരുടെ കാരായ്മ ഭൂമികൾ, ഇവരുടെ സർവീസ് ഭൂമികളെല്ലാം തന്നെ ഇവർക്ക് തന്നെ സ്ഥിരമായി ലഭ്യമാക്കി. സത്യത്തിൽ കാരായ്മയോടെ തീർന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് സ്ഥിതി? ഭൂമി സ്വന്തമാകുകയും ചെയ്തു, കാരായ്മ അവകാശം ഇപ്പോൾ ഞങ്ങൾക്ക് മാത്രമേ പറ്റൂ എന്നും പറഞ്ഞ് വാദിക്കുകയാണ്. ഏത് ക്ഷേത്രങ്ങളിൽ? വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ. അല്ലാത്തടത്ത് ഇവരെന്താണ് പറയുന്നത്? ഉദാഹരണത്തിന് ഇതേ വ്യക്തിയുടെ കേസ് നോക്കൂ. ഹരികൃഷ്ണൻ്റെ കേസിൽ ഹരികൃഷ്ണൻ തന്നെ തെളിവായി കൊണ്ടുവച്ച ഭാഗാധാരത്തിൽ മറ്റൊരു ക്ഷേത്രത്തിൽ, പാരിജാതപുരം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഈ തെക്കേവാര്യം കുടുംബത്തിനാണ് കഴകമെന്ന് എഴുതിയിട്ടുണ്ട്. ഉണ്ണായി വാര്യർ എല്ലാ ദിവസവും നടന്നു പോയി അവിടെ കഴകം നിർവഹിച്ച അമ്പലമാണ് പാരിജാതപുരം. വളരെ ചെറിയൊരു അമ്പലമാണ്. അതിന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്, വഞ്ചിക്കുളം ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ആ ക്ഷേത്രത്തിലേക്ക് ഈ തെക്കേവാര്യം കുടുംബത്തിലെ ഒരംഗം കടന്നു നോക്കിയിട്ടില്ല, പോയിട്ടില്ല. കോടതിയിൽ നമ്മൾ രേഖ കൊടുത്തിട്ടുണ്ട്. ഇന്ന് അവിടെ ജോലി ചെയ്യുന്ന ആളുടെ പേരും വിലാസവും അടക്കം നമ്മൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്താ തെക്കേവാര്യംകാർ പാരിജാതപുരത്ത് പോയി അവരുടെ ആധാരത്തിൽ 64 ആധാരത്തിലുള്ള കഴകം ചെയ്യാത്ത? അവിടെ വരുമാനമില്ല. കൂടൽമാണിക്യത്തിൽ 2 മാസം ഉള്ളെങ്കിലും ഞങ്ങൾ 12 മാസം ചെയ്യാമെന്ന് പറയുന്നത് കൊണ്ടാണ്. ഇവിടെ പദവിയുണ്ട്, മൂല്യമുണ്ട്, വരുമാനമുണ്ട്. ഈ ഇരട്ടത്താപ്പ് നിർത്തണം. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഭൂമി സർക്കാർ തന്നിട്ടുണ്ട്. സ്വാഭാവികമായും കാരായ്മ അവകാശം അവിടെ അവസാനിക്കുന്നതാണ്. ഇനിയും ഇവർ കേസ് പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിൽ നിലനിൽക്കുന്ന മുഴുവൻ കാരായ്മ അവകാശത്തെയും, ഒരേ സമയം ഭൂമിയും അതേസമയം കാരായ്മ അവകാശം രണ്ടും കൂടെ കൈവശം വയ്ക്കുന്ന പരിപാടിക്ക് നമ്മൾ അന്ത്യം കുറിക്കും. അതിലേ പോരാട്ടം അവസാനിക്കും. അത് ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട്. നിയമനവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു വിധി വന്നതിന് ശേഷമാണല്ലോ അനുരാഗിനവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞത്. ഈ വിധിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് അമലിൻ്റെ? നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയെ വിശ്വസിച്ച് ആ സിസ്റ്റത്തിൽ നമ്മളുടെ ആദരവും വിശ്വാസവും അർപ്പിച്ചാണല്ലോ കോടതിയെ സമീപിക്കുന്നത്. അതിൽ കക്ഷി അനുരാഗാണ്. അപ്പോൾ വിധിയെപ്പറ്റി സംതൃപ്തിയാണ് അനുരാഗ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഒരു പഠിതാവെന്ന നിലയ്ക്ക് വിധിയെ സമീപിക്കുമ്പോൾ എനിക്ക് മറ്റു ചില ആശങ്കകളുണ്ട്.
കാരണം ആദ്യത്തെ കേസിലെ ജഡ്ജിമെൻറ്റിലൊക്കെ എടുത്തിട്ടുള്ള ധീരമായ സമീപനങ്ങളൊന്നും നമ്മളിതിൽ കാണുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അത് ഇതേ ദേവസ്വം ബെഞ്ചിൽ നിന്ന് മുമ്പ് ശബരിമല കേസിലുണ്ടായ വിധിയിലും നമ്മൾ ആദ്യത്തെ കേസിൻ്റെ ഒന്നൊരു സ്പിരിറ്റ് കാണുന്നില്ല എന്നത് ഖേദകരവും ആശങ്കാജനകവുമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല അനുരാഗ് ഇതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അതല്ലെങ്കിൽ കോടതിയിൽ ഞാനൊക്കെ കരുതുന്നൊരു കാര്യം എന്ന് പറയുന്നത് 10 മാസം ജോലി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, 10 മാസത്തിൽ 2 മാസം മാത്രം ജോലിയുള്ള ഉണ്ടായിരുന്ന ഒരാൾ, കഴകമുണ്ടായിരുന്ന ഒരാൾ, അയാൾക്ക് ഇപ്പോഴും 2 മാസം കഴകമുണ്ട്. പിന്നീട് അദ്ദേഹം മറ്റൊരാളുടെ ജോലി തടസ്സപ്പെടുത്തുക, മറ്റൊരാളെ ജോലിക്ക് കയറ്റാതിരിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് കോടതിയിൽ കേസുമായി വരുന്ന സമയത്ത് അത് ചെലവ് സഹിതം തള്ളേണ്ട, ഫൈൻ അടിച്ച് തള്ളേണ്ട ഒരു കേസായിട്ടാണ് വ്യക്തിപരമായി ഞാൻ കാണുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഹരികൃഷ്ണൻ നൽകിയ ഹരികൃഷ്ണൻ്റേതായ ഒരു പ്രയറും അംഗീകരിച്ചിട്ടില്ല. നോട്ടിഫിക്കേഷൻ റദ്ദാക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാര്യം അംഗീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ കൂടൽമാണിക്യം ദേവസ്വം റെഗുലേഷൻ അദ്ദേഹം ചലഞ്ച് ചെയ്തിരുന്നു, അതൊന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് സ്വാഗതാർഹമാണ്. അതേസമയം ഇത്തരത്തിൽ മറ്റുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്ന സമയത്ത് അതിനെ തടസ്സപ്പെടുത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം വരുന്ന, പ്രത്യേകിച്ച് ജാതിയുടെ കൂടെ അയിത്തത്തിൻ്റെ കൂടെ ഒരു എലമെൻ്റുള്ള ഇത്തരം കേസുകളെ ഇത്തരത്തിലാണോ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് നിയമവൃത്തങ്ങളിലുള്ള ആളുകൾ സ്വയം വിമർശനപരമായൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. അതല്ലാതെ ജഡ്ജ്മെൻറ്റിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, മറ്റെല്ലാം നിയമത്തെ ബഹുമാനിക്കുന്ന ഒരു പൗരനെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത് അക്കാദമികമായ ഒരു ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്യും. വളരെ വിപ്ലവകരമായ ഒരു നീക്കമായിരുന്നു അനുരാഗിന് നിയമനം ലഭിച്ചു എന്നുള്ളത്. യോഗക്ഷേമ സഭ അടക്കമുള്ള സംഘടനകളുണ്ട്, അതുപോലെ തന്നെ തന്ത്രി സമാജമുണ്ട്. ഇവരുടെയൊക്കെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? വളരെ രസകരമായ കാര്യമാണ്. കേരളത്തിലെ പിന്നോക്ക സമുദായ സംഘടനകളുടെയൊക്കെ നേതാക്കന്മാർക്ക് പറ്റുന്ന ചെറിയ കൈപ്പിഴകളെ, വാക്കുപിഴകളെ പോലും വലിയ തോതിൽ വിമർശന വിധേയമാക്കുന്ന ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ. നിങ്ങൾക്ക് തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് പരതിയാൽ അതൊക്കെ കിട്ടും. ഇവരെയൊക്കെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളെന്താണ് ഈ പറയുന്ന തന്ത്രി സമാജം എന്ന് പറയുന്ന, ഈ തന്ത്രി മണ്ഡലം എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളെന്താണ് ചിന്തിക്കുന്നത്? മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് മറ്റൊരു കേസ് ഞങ്ങൾ നൽകിയിരുന്നു. ഇതേപോലെ നമ്മുടെ ആളുകളാണ് ഈ ശബരിമല മേൽശാന്തി നിയമനത്തിലെ ജാതി വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേസ് നൽകിയത്. ആ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് സംഘപരിവാറിനെ അനുകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നാഷണൽ ഫിഗറുകളിലൊന്നാണ്, യൂത്ത് ഐക്കൺ എന്നൊക്കെ പറയാവുന്ന സംഘപരിവാറിൻ്റെ ആളുകൾപ്പെട്ട ഒരാളാണ് സായി ദീപക്. സായി ദീപക്കിനെ പോലുള്ള പ്രശസ്തരായ ഉപയോഗിക്കുന്നതിൽ പ്രശസ്തരായിട്ടുള്ള ആളുകൾ വന്നിട്ടാണ് ഇവിടെ ശബരിമലയിൽ അബ്രാഹ്മണരെ പൂജാകാരികളായി നിയമിക്കരുതെന്നും മലയാള ബ്രാഹ്മണർക്ക് മാത്രമാണെന്ന് അവകാശം വാദിച്ചത്. ആ കേസ് കൊടുത്തത് ഒരു ട്രസ്റ്റാണ്. ആ കേസിൽ ഇദ്ദേഹത്തെ ഹാജരാക്കിയത് ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിനെ തന്നെ നമുക്ക് ശബരിമല മറ്റേ കേസിലും കാണാം. ഇതൊക്കെ ആരാണെന്ന് പോലും ഇവിടെ കേരളത്തിൽ ഒരു മാധ്യമങ്ങളും അന്വേഷിച്ചിട്ടില്ല. അവരുടെ അജണ്ട എന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല. അവർ ഇങ്ങനൊരു കേസ് നടത്തുന്നതിന് യാതൊരു പബ്ലിസിറ്റിയും കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവർ പരസ്യമായി പറയുന്നത് ഹിന്ദു ഐക്യത്തിൻ്റെ കഥയാണ്. ഞാൻ ആ ട്രസ്റ്റിൻ്റെ പേര് പറയാതെ ഞാനായിട്ട് അവർക്കൊരു വിസിബിലിറ്റി കൊടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദു ഐക്യം ഒരു ഭാഗത്ത് പറയുകയും മറ്റൊരു ഭാഗത്ത് ഇത്രയും പ്രതിലോമകരമായ കാര്യങ്ങൾ. തന്ത്രിമണ്ഡലം ആ കേസിൽ വന്ന് കൊടുത്തിട്ടുള്ള അവരുടെ വാദങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞാൽ പിന്നീട് ഒരു തന്ത്രിയെ നാട്ടുകാർ ബഹുമാനിക്കില്ല. അത്തരം വാദങ്ങൾക്കൊന്നും അവർ ഒരു പബ്ലിസിറ്റിയും സമൂഹത്തിൽ കൊടുക്കില്ല. മാധ്യമങ്ങൾ അവർക്കെതിരാവുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയുമില്ല. തന്ത്രി ഇവിടെ യോഗക്ഷേമ സഭ, നവോത്ഥാനത്തിൻ്റെയൊക്കെ പാരമ്പര്യം അവകാശപ്പെടുന്ന യോഗക്ഷേമ സഭ പറയുന്നത് ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളെ കഴകത്തിന് നിയോഗിച്ചതല്ല, മറിച്ച് കാരായ്മ അവകാശമുള്ളവരെ നിയമവിരുദ്ധമായി നീക്കിയതാണ് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ദേവസ്വത്തിലെ യഥാർത്ഥ പ്രശ്നമെന്ന് യോഗക്ഷേമ സഭ വ്യക്തമാക്കിയെന്നാണ് കൊടുപ്പുന്ന കൃഷ്ണം പോറ്റി ജനറൽ സെക്രട്ടറി, യോഗക്ഷേമ സഭയുടെ ജനറൽ സെക്രട്ടറി അവരുടെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്ത ഒരു പ്രസ്താവനയിൽ അന്ന് പറഞ്ഞിരുന്നത് 10/3/2025. സത്യം എന്താണ്? ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒരാളെ നിയമിക്കുന്നു, PSC നിയമിക്കുന്നത് പോലെ ഒരാളെ നിയമന ഉത്തരവ് നൽകുന്നു. അദ്ദേഹം നിയമന ശുപാർശ നൽകുന്നു. അദ്ദേഹത്തിന് നിയമന ഉത്തരവ് കിട്ടി വരുന്ന സമയത്ത് താൽക്കാലിക ജോലി ചെയ്യുന്ന ഒരാൾ ഒഴിഞ്ഞു കൊടുക്കണ്ടേ? അതെ, സാധാരണ PSC പോസ്റ്റിങ്ങിൽ നടക്കുന്ന സാധാരണ പ്രക്രിയ.
അദ്ദേഹം വരുമ്പോൾ മറ്റയാൾ സ്വാഭാവികമാണ്, കാരണം അദ്ദേഹം താൽക്കാലിക ജീവനക്കാരനാണ്, വരുന്നയാൾ സ്ഥിരം ജീവനക്കാരനാണ്. സ്ഥിരം ജീവനക്കാരൻ ചാർജ് എടുക്കുമ്പോൾ താൽക്കാലിക ജീവനക്കാരനെ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി നടന്നതിനെയാണ് പാരമ്പര്യ കഴകക്കാരെ ഒഴിവാക്കി എന്ന് പറയുന്നത്. നുണയായിരുന്നു ഈ പ്രസ്താവന. കാരണം ഒഴിവാക്കിയത് KV രഞ്ജിത്ത് എന്ന് പറയുന്ന വടക്കേ വാര്യം ഫാമിലിയിൽപ്പെട്ട ഒരു മെമ്പറാണ് അവിടെ താൽക്കാലിക ജോലി ചെയ്തിരുന്നത്. ആർക്കാണ് കാരായ്മാവകാശം? തെക്കേ വാര്യം രഞ്ജിത്ത്. അപ്പോൾ കാരായ്മാവകാശം ഇല്ലാത്ത ഒരാളെ അവിടെ നിന്ന് ഒഴിവാക്കിയപ്പോൾ യോഗക്ഷേമ സഭയ്ക്ക് എന്തുകൊണ്ട് പൊള്ളി? ഇവിടെയാണ് കള്ളി വിളിച്ചതാവുന്നത്. കാരണം പാരമ്പര്യ അവകാശം എന്ന് യോഗക്ഷേമ സഭ ഉദ്ദേശിക്കുന്നത് ഫാമിലി റൈറ്റ് അല്ല, കാസ്റ്റ് റൈറ്റ് ആണ്. വാര്യരെ ഒഴിവാക്കി, ഒരു വാര്യരെ ഒഴിവാക്കി ഒരു ഈഴവനെ വെച്ചതാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് തന്നെയാണ് ഒരു രീതിയിൽ പറയുന്നത്. ഒന്ന് വളച്ചു കെട്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ട് ഇപ്പോൾ അനുരാഗിനെ നിയമിച്ച സമയത്തും യോഗക്ഷേമ സഭയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇത് കോർട്ടലക്ഷ്യയാണെന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ കോടതി റദ്ദാക്കിയിട്ടില്ല. ആ നോട്ടിഫിക്കേഷൻ നിലനിൽക്കുന്നു, റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നു. ഈ നിയമനം നടത്താനുള്ള ഒരു അധികാരത്തെയും ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെയോ ഇവരുടെ ഹർജിയിൽ ഇവർ പറഞ്ഞത് 1 മുതൽ 5 വരെയുള്ള റെസ്പോണ്ടൻസിനെ ഈ നിയമനം നടത്തുന്നതിൽ നിന്ന് വിലക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ഇൻട്രീം പ്രയർ ആയിട്ട് ഒരു വെച്ചിരുന്നത്. 1 മുതൽ 5 വരെയുള്ള റെസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ, ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം ദേവസ്വം കമ്മീഷണർ, പിന്നെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ. ഇവരെയാണ്. ഈ ആളുകളെ നിയമനത്തിൽ നിന്ന് വിലക്കുന്ന ഒന്നും തന്നെ കേരള ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചിൽ നിന്ന് ഉത്തരവായിട്ടില്ല എന്നിരിക്കെ അങ്ങനെ ഒരു ഉത്തരവുണ്ട് എന്ന് വ്യാജ പ്രചരണം നടത്തുന്ന പരിപാടിയാണ് ഇപ്പോഴും ഇവർ ചെയ്തത്. പിന്നെ തന്ത്രിമണ്ഡലത്തിൻ്റെ പുടയൂർ ജയനാരായണൻ നമ്പൂതിരിപ്പാട് കേരള കൗമുദിയിൽ വിശദമായൊരു ആർട്ടിക്കിൾ തന്നെ എഴുതിയിരുന്നു. ആ ആർട്ടിക്കിളിലും ഇത്തരത്തിലുള്ള ഊരായ്മ, കാരായ്മ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്കൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് അങ്ങേറ്റം ഖേദകരമാണ്. പക്ഷെ മാറിയിട്ടുണ്ട്. മുൻപ് കാലത്ത് അവർണരെയോ ദളിതരെയോ സ്വന്തം വീടുകളിലേക്കോ ഇത്തരത്തിലുള്ള തങ്ങളുടെ ആരാധനാലയങ്ങളിലേക്കോ പ്രവേശിപ്പിക്കാതിരുന്ന അവർ ഇന്ന് അവർണരുടെയും ദളിതരുടെയും സമ്പന്നരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ അങ്ങോട്ട് പോയി അവരുടെ ഗൃഹപ്രവേശനത്തിന് ഗണപതി ഹോമവും വാസ്തുബലിയും ഒക്കെ നടത്തി ദക്ഷിണ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ആചാരം പ്രശ്നമല്ല. ഇവിടെ ആളില്ലാത്ത ഒരു മനുഷ്യൻ ഭക്തനായി വരാത്ത, വേണ്ടത്ര വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളിൽ അവർണരെയും ദളിതരെയും ശാന്തിക്കാരായി നിയമിക്കുന്നുണ്ട്. അവിടെയും തന്ത്രിസ്ഥാനം ഇവർക്കാണ്. പല ക്ഷേത്രങ്ങളിലും ഇവർക്ക് അന്ത്യത്തിരി വയ്ക്കാനുള്ള വരുമാനം പോലും ഇല്ലാത്ത ക്ഷേത്രങ്ങളിലെ തന്ത്രിസ്ഥാനം ഇവർക്കുള്ള ക്ഷേത്രങ്ങളിൽ അവർണരും ദളിതരും ശാന്തിക്കാരായി പൂജ ചെയ്യുമ്പോൾ ആ ശാന്തിക്കാരുടെ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഏതെങ്കിലും തരത്തിൽ വേർപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ ജോലി രാജിവെച്ചാൽ അവിടേക്ക് ഒരു നമ്പൂതിരിക്ക് വരേണ്ടി വരും. അപ്പോൾ ഇവരുടെ സ്നേഹമുണ്ട്. അതേസമയം മഹാക്ഷേത്രങ്ങൾ എന്നിവർ വിളിക്കുന്ന, ദേവസ്വം ബോർഡിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മേജർ ക്ഷേത്രങ്ങൾ, വരുമാനമുള്ള ക്ഷേത്രങ്ങളാണ് മേജർ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. മേജർ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാനോ കഴകക്കാരനായിട്ടോ അവർണരെ നിയമിച്ചാൽ അതിൽ ഇവർക്ക് വലിയ എതിർപ്പാണ്. അപ്പോൾ ഇവരിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അവസാന വാക്ക് ഞങ്ങളാണ് എന്ന് പറയാനാണ്. ക്ഷേത്രത്തിലെ ആചാര കാര്യങ്ങളിലെ അവസാന വാക്കല്ല ഇവരർത്ഥമാക്കുന്നത്. ഇവരർത്ഥമാക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഭരണ സംബന്ധിയായതും നിയമന സംബന്ധിയായതും അങ്ങനെ സമഗ്രമായി ആ വിശ്വാസി സമൂഹത്തിൻ്റെ ദൈനംദിന ജീവിതങ്ങളിൽ പോലും ഇടപെടാനുള്ള അവരുടെ പഴയ ഫ്യൂഡൽ അധികാരങ്ങളെ തിരിച്ചു വരവാണ് യോഗക്ഷേമ സഭയും തന്ത്രിമണ്ഡലവുമെല്ലാം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ പ്രസ്താവനകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. തിടമ്പള്ളി തരണലിൽ ഗോവിന്ദ നമ്പൂതിരിപ്പാട് ഇന്ന് വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ആകെ നമുക്ക് ലഭ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വൃദ്ധനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന, പത്രക്കുറിപ്പ് മാത്രമാണ്. ക്ഷേത്രത്തിൽ നിയമാനുസരണം നിലനിൽക്കുന്ന കാരാണ്മ വ്യവസ്ഥയെ ലംഘിച്ച് 5 വർഷമായി കഴകപ്രവൃത്തി ചെയ്തിരുന്ന ആളെ നോട്ടീസ് കാലാവധി പോലും നൽകാതെ പിരിച്ചുവിട്ടുകയാണ് കൂടൽമാണിക്യം ക്ഷേത്രം ഭരണസമിതി ചെയ്തത് എന്ന തെറ്റായ വാദമാണ് ദേവസ്വം ഭരണസമിതിയിൽ അംഗമായി ഇദ്ദേഹവും പറഞ്ഞത്. കാരണം എന്താണ്? 5 വർഷമായി അവിടെ ജോലി ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവിടെ സ്ഥിരം ജീവനക്കാരനായ രാമചന്ദ്രൻ വിരമിച്ചപ്പോൾ താൽക്കാലികമായി വടക്കേ വാര്യം ഫാമിലിയിൽപ്പെട്ട 2 പേര്, അച്ചേട്ടനനിയന്മാർ 2 കാലഘട്ടങ്ങളായി അവിടെ ജോലി ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. താൽക്കാലികമായി വടക്കേ വാര്യം ഫാമിലി, കഴകാവകാശമില്ലാത്ത വടക്കേ വാര്യം ഫാമിലിയെ നിയമിച്ചത് എങ്ങനെയാണ്? നിയമിച്ചത് ആചാരവിരുദ്ധമാണെങ്കിൽ മാത്രമല്ലേ ഇപ്പോൾ അനുരാഗിൻ്റെ നിയമനവും ആചാരവിരുദ്ധമാകും?
ബാലുവിൻ്റെ നിയമനവും ആചാരവിരുദ്ധമാകും. അപ്പോൾ ഇത്തരത്തിൽ തെറ്റായ വാദങ്ങളുമായി പത്രക്കാരെ പോലും കോടതി വിധിയുടെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവൃത്തി അവർ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുകയും കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാനുള്ള ശേഷിയുള്ളവരായി മാറുകയും, സർവോപരി ദേവസ്വം ബോർഡ് ചെയർമാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചൊരു ഒരു കാര്യം കൂടിയുണ്ട്. ഈ തന്ത്രിമാരാരും തന്നെ ടെസ്റ്റ് എഴുതിയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓറിയൻ്റൽ കോഴ്സ് പാസ്സായോ ഒരു ഓറിയൻറ്റേഷൻ കിട്ടിയിട്ടോ ഒന്നും വന്നിട്ടുള്ളവരല്ല. ഇവർക്ക് ഒരു ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നോ നിയമങ്ങളെക്കുറിച്ചോ ഒന്നും യാതൊരു ധാരണയുമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടേതായ ഒരു പാരലൽ വേൾഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പന്തളം രാജ്യത്തിലെ രാജാവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനെ നമ്മൾ ശബരിമല സമരത്തിൽ കണ്ടല്ലോ. അതേ മാനസികാവസ്ഥയിലാണ് ഒട്ടുമിക്ക തന്ത്രിമാരുമെന്നാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഒരു സർക്കാർ നിയന്ത്രിത ദേവസ്വം ബോർഡിലെ ജീവനക്കാരായും ഇത്തരത്തിലുള്ള തസ്തികകൾ നിയമിക്കുന്നതിന് മുമ്പ് ഇവർക്ക് കൃത്യമായ നിയമപരമായ അവബോധവും അവരുടെ കടമകളെപ്പറ്റിയും ചുമതലകളെപ്പറ്റിയും സമൂഹത്തോടുള്ള നിയമപരമായ അവരുടെ ഉത്തരവാദിത്തത്തെ പറ്റിയൊക്കെ ബോധ്യപ്പെടുത്തുന്ന ചില പഠന ക്ലാസ്സുകളോ നിയമന ഉത്തരവിൽ തന്നെ അത് വ്യക്തമാക്കുകയോ ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സ്വാതന്ത്ര്യത്തിന് മുൻപും ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷവും ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിനുശേഷവും പല കാര്യങ്ങളിലായി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് അവിടുത്തെ കൂത്തമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന വിവാദങ്ങൾ. അതും ഈ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകാമെന്ന് കരുതുന്നു. അത് മറ്റൊരു വിഷയമാണ്. ഇപ്പോൾ പറയേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയാം. ഇത് പറഞ്ഞു പോകേണ്ട കാര്യം തന്നെയാണ് കേട്ടോ, അതിലൊന്നും യാതൊരു സംശയവുമില്ല. കാരണം ഇതേ ഇരട്ടത്താപ്പാണ് അവിടെ നിലനിൽക്കുന്നത്. കൂത്തമ്പലം ഇപ്പോൾ 2.25 കോടി രൂപ കൊടുത്ത് നവീകരിച്ചിരിക്കുന്നു. അതവിടെ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ ഉത്സവ സമയത്ത് ഈ പറയുന്ന കൂടിയാട്ടം ഒക്കെ നടക്കും. അതിനൊരു പ്രത്യേക ഫാമിലിക്ക് മാത്രമാണ് അധികാരം എന്നുള്ളതായിരുന്നു അവരുടെ വാദം. അത് നമ്മുടെ ദേവസ്വം ബെഞ്ച് എങ്ങനെയാണ് അക്കാര്യത്തിൽ ദേവസ്വം ബെഞ്ചിന് തീരുമാനമെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ദേവസ്വം ബെഞ്ചിൻ്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നാണ് കണ്ടത്. ദേവസ്വം ബെഞ്ച് അത് അംഗീകരിച്ച് അതൊരു ആചാരമാണെന്നാണ് പറഞ്ഞ് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ അവിടെ കൂത്ത് നടത്താൻ ആ ഫാമിലിയിൽപ്പെട്ടവർക്ക് മാത്രമേ അധികാരമുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ആ പ്രത്യേക ദിവസങ്ങൾ മാത്രമാണ്. മുമ്പ് ഈ അവകാശത്തെ പറ്റി പറഞ്ഞു പോകുമ്പോൾ മുമ്പ് കൂത്തമ്പലത്തിൽ കൂത്ത് കളിക്കാനോ ഈ കൂടിയാട്ടം നടത്താനോ ഉള്ള അവകാശം മാത്രമല്ല, കൂത്തമ്പലത്തിലേക്കുള്ള പ്രവേശനം പോലും ഒരു പ്രത്യേക ജാതിക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആചാരം നിലനിർത്താനായിട്ട് എന്താ ഇവർ പറയാത്തെ? ഞങ്ങൾ കൂത്ത് കളിക്കും, കൂടിയാട്ടം കളിക്കും, ഞങ്ങളുടെ പെർഫോമൻസ് കാണാനുള്ള അധികാരവും ഈ കൂത്തമ്പലത്തിലേക്ക് പ്രവേശിക്കാനുള്ള അധികാരവും പഴയ ആചാരപ്രകാരം മാത്രം മതി എന്ന് പറഞ്ഞ് ഇവരെന്താ കോടതിയെ സമീപിക്കാത്തെ? ഇവർക്ക് പത്മശ്രീ ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ വേണം. ഇവർ കൂത്തമ്പലത്തിൽ കൂത്ത വയ്ക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് ഇതൊരു കലയല്ല, ഇതെന്താണ്, ഇതൊരു ആചാരമാണ്, ഇതൊരു അനുഷ്ഠാനമാണെന്ന് അവർ പറയുന്നത്. ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ഇത് അനുഷ്ഠാനമാണ്. അനുഷ്ഠാനമാണെങ്കിൽ നിങ്ങൾ അവിടെ മാത്രം കളിക്കണം. അതിനുശേഷം എല്ലാ സർക്കാർ വേദികളിലും വന്നത് കളിക്കും. ആ സമയത്ത് പറയും ഇത് മഹത്തായ കലയാണ്, കേരളത്തിൻ്റെ കലയാണ്. നമ്മുടെ ഒന്നും കല കേരളത്തിൻ്റെ കലയല്ല. ഈ കഥകളിയും ഈ കൂത്തും ഈ കൂടിയാട്ടം മാത്രമേ കേരളത്തിൻ്റെ കലയുള്ളൂ. അപ്പോൾ ഈ കേരളത്തിൻ്റെ കലയാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്, ലോകോത്തരമായ കലയാണെന്നൊക്കെ ഇവർ പറയും. ഇതിൻ്റെ പേരിൽ പത്മശ്രീയും വാങ്ങിക്കും. സർക്കാരാണെങ്കിൽ ഇവരെല്ലാവരെയും കൊണ്ടു നടന്ന് ഇതൊക്കെ അവതരിപ്പിക്കും. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനമായി കാണുന്ന ഈ കലയെ എന്തായാലും തന്ത്രിമാർ ഇത്രയും മോശമല്ല കേട്ടോ. കാരണം അവരെന്തായാലും റോഡിൽ വന്നിരുന്ന് ഒരു പെർഫോമിംഗ് ആർട്ട് എന്ന നിലയ്ക്ക് ഗണപതി ഹോമം ചെയ്യാൻ പറഞ്ഞ ഒരു തന്ത്രയും ചെയ്യില്ല ഇപ്പോഴും. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവരിവിടെയും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ ആദ്യം തീരുമാനിക്കണം, ഞങ്ങൾ ഈ ഫാമിലിയിൽപ്പെട്ട ആളുകൾ കൂത്തമ്പലത്തിൽ അനുഷ്ഠാനം എന്ന നിലയിൽ ആ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഇത് അവതരിപ്പിക്കൂ. പുറമെ ഒരു സ്ഥലത്തും ഞങ്ങൾ ഇതിൻ്റെ പേരിൽ കലാകാരന്മാരെന്നുള്ള പദവി അവകാശപ്പെടുകയോ കല ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വേതനം സ്വീകരിക്കുകയോ ഒന്നും ചെയ്യില്ലെന്ന് ഇവരെന്താ പറയാത്തത്? ഒരേ സമയം പത്മശ്രീയും വേണം, അതേസമയം കൂടൽമാണിക്യത്തിലെ കൂത്തമ്പലത്തിലെ കുത്തക അവകാശം വേണമെന്ന് പറയുന്ന സമ്പ്രദായം ഇരട്ടത്താപ്പാണ്. ഇവിടെയും ഈ ജാതി മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ വിവാഹത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ ചാക്യാർ സമുദായത്തിൽപ്പെട്ട ആളുകളും അപ്പോൾ പിന്നെ അതുപോലെ ഈ
അതുമായി ബന്ധപ്പെട്ട 2 കാസ്റ്റുകൾക്ക് മാത്രമേ ഇതിനുള്ള അവകാശമുള്ളൂ എന്നാണ് പറയുന്നത്. നമ്പ്യാന്മാർ, ചാക്യന്മാർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മാറി വിവാഹം കഴിക്കുന്ന സ്ത്രീകളെ ഒക്കെ ഈ പിന്നീട് ഈ കല അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ കല പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് വിലക്കിയ അനുഭവങ്ങൾ തൃശ്ശൂർ തന്നെ ഉണ്ട്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, അത് അവരാണല്ലോ പറയേണ്ടത്. അവർ മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പോൾ പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവാദങ്ങൾക്ക് ഫാമിലിക്കകത്ത് ചെറിയ കമ്മ്യൂണിറ്റീസാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു പോകുന്ന പലതും ബന്ധുക്കൾക്കും അടുത്ത ആളുകൾക്കൊക്കെ എതിരായതുകൊണ്ട് അത്തരത്തിലുള്ള അനുഭവിക്കുന്ന ആളുകൾക്കും പറയാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മൾ മാനസികമായി മനസ്സിലാക്കുക തന്നെ വേണം. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അതേസമയം ഇപ്പോൾ പുതിയ തലമുറയിൽ അത് ചെയ്യുന്ന പല ആളുകളുടെയും ഭാര്യമാർ ഇതര സമുദായത്തിൽപ്പെട്ടവരാണ്. പക്ഷെ അവരുടെ മക്കളെയും അവർ ചാക്യാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് ഇൻകമിങ് ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജാതിശുദ്ധിയും കുടുംബശുദ്ധിയും ഒക്കെ പറയുന്നവർ അവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും അത് പാലിക്കുന്നില്ല. അവർ മാറുന്നത് പോസിറ്റീവാണ്. അവർ ഇത്തരം കാര്യങ്ങളിൽ പുലർത്തുന്ന, അവരുടെ വ്യക്തി ജീവിതത്തിൽ പുലർത്തുന്ന ഈ പുരോഗമനപരമായ നിലപാടുകൾ അവർ കലയുടെ രംഗത്തേക്ക് കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീരും. ഇന്നല്ലെങ്കിൽ നാളെ ആ കൂത്തമ്പലം തുറന്നു കൊടുക്കേണ്ടി വരും. അത് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ സർക്കാരുകൾ പലപ്പോഴും ഈ മതസ്ഥാപനങ്ങളോട് പുലർത്തുന്ന ഉദാര സമീപനമാണ് പ്രശ്നം. നമ്മളുടെ ആർട്ടിക്കിൾ 27 കൃത്യമായി പറയുന്നുണ്ട്, ഒരു മതത്തിൻ്റെ പരിപോഷണത്തിന് വേണ്ടി നമ്മൾ ടാക്സ് പേയർമാരുടെ പൈസ ഉപയോഗിക്കരുത്. നികുതിദായകരുടെ പണം മതത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. ഇത് ഭരണഘടനയിൽ ഒരു വകുപ്പ്, ഒരു അനുച്ഛേദമായി എഴുതി ചേർത്തിരിക്കുന്ന രാജ്യത്തിൽപ്പെട്ടവരല്ലേ നമ്മൾ. ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൂത്തമ്പലം ഒരു മതാനുഷ്ഠാനത്തിനുള്ള സ്ഥലമാണ് എങ്കിൽ നമ്മുടെ ഗവൺമെൻറ് എന്തിനാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി അത് നവീകരിക്കേണ്ട കാര്യം? അപ്പോൾ നമ്മൾ എന്ത് പറയും? അത് പുരാവസ്തുവാണ്, അപ്പോൾ ആ വകുപ്പ് ഉപയോഗിച്ച് നമ്മളിതിനെ മറികടക്കും, കോടതിയിൽ ആര് കേസിന് പോയിട്ടും കാര്യമില്ല, അംഗീകരിക്കും. കാരണം ഒരു പുരാവസ്തുവിൻ്റെ സംരക്ഷണം സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ശരി, അപ്പോൾ അത് പുരാവസ്തുവായി. മതാചാരയുടെ പ്രശ്നമല്ല, മതമല്ല. ഇപ്പോൾ അനുരാഗിൻ്റെ നിയമനം നടന്നു, അനുരാഗ് ജോലി ചെയ്ത് വരികയാണ്. തീർച്ചയായും അനുരാഗിന് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജോലി തന്നെയാണ് മുന്നിലേക്കുള്ളത്. അത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ, ഏതെങ്കിലും ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന എതിർക്കുന്നവർ അനുരാഗിനെ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വ്യക്തമാണല്ലോ. വ്യക്തിപരമായി പറഞ്ഞാൽ അനുരാഗ് 24 വയസ്സ് തികഞ്ഞിട്ടുള്ള, ഈ ജോലി കിട്ടിയതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിറന്നാൾ. തികഞ്ഞിട്ട് മാത്രമുള്ള വളരെ ചെറുപ്പക്കാരനായ ഒരു യുവാവാണ്. അദ്ദേഹം ബിരുദധാരിയാണ്. വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത് അനുരാഗ് ഒരു PG ഒക്കെ ചെയ്ത് വളരെ നല്ല ഒരു ഉയർന്ന ജോലിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതല്ലാതെ അനുരാഗ് എന്ന് പറയുന്ന വ്യക്തി ആജീവനാന്തം ഒരു കഴകക്കാരനായി ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്യണമെന്ന് ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു ഗവേഷകൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. പക്ഷേ അദ്ദേഹം അത് ആഗ്രഹിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് അത് തുടരാവുന്നതാണ്. മാത്രമല്ല വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ സുഹൃത്തുക്കളും ചുറ്റും നിൽക്കുന്നവരും അനുരാഗിനോട് എപ്പോഴും പറയുന്നതും. അദ്ദേഹം അത് ചെയ്യാൻ ചെയ്യും എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. ഇവിടെ അനുരാഗിന് ജോലി, ഇപ്പോൾ ഈ സർക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം അവിടുത്തെ തന്ത്രിമാരും സവർണ യാഥാസ്ഥിതിക ശക്തികളും കൂടെ സൃഷ്ടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് നമുക്കതിനെ പ്രതിരോധിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ന് അവർ കണക്ക് കൂട്ടുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ അതിൻ്റെ പുറത്തുണ്ടാകും. അവർ തന്ത്രിമാരെന്ന് പറയുന്ന ബഹുമാന്യമായ പദവിയാണ് ഇപ്പോഴും വെച്ച് പുലർത്തുന്നത്. ഈ തിരുവനന്തപുരത്തെ ഓമന ഡാനിയലിൻ്റെ ഒരു ഫോട്ടോയും ഇവിടെ ആരും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിച്ചത് മുഴുവൻ ആ പാവം തെറ്റായി ആരോപിക്കപ്പെട്ട സ്ത്രീയുടെ ചിത്രമാണ്. ഞാൻ ഈ പറഞ്ഞു വയ്ക്കുമ്പോഴും കേരളത്തിൽ ഇന്ന് ഇത്രയും നീചമായ ജാതി വിവേചനം കാണിക്കുന്ന ഈ പറയുന്ന 5 തന്ത്രിമാരുടെയും പേരോ ചിത്രമോ നിങ്ങൾക്ക് ആർക്കും മുമ്പിലില്ല, പൊതുസമൂഹത്തിൻ്റെ മുമ്പിലില്ല. ഇപ്പോൾ കോടതി ഉത്തരവാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കോടതിയിൽ നടന്ന കേസിൻ്റെ വാദപ്രതിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി ഉത്തരവ് ലഭ്യമായിട്ടതിന് ശേഷവും അനുരാഗിനെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ
ഇവരെ ഞങ്ങൾ കോടതിക്കകത്തല്ല, മറിച്ച് ജനങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, ഇവിടുത്തെ ജനാധിപത്യ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവരെ ഞങ്ങൾക്ക് ജനകീയമായി തന്നെ വിചാരണ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം അവർ ഉണ്ടാക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മനകൾ, വൈക്കത്ത് ഗാന്ധിയെ പുറത്തിരുത്തിയ മന ഇന്ന് AITCയുടെ ചിത്തൂർലാടി യൂണിയൻ ഓഫീസാണ്. പണ്ട് താനശ്ശേരി ലഹള നടക്കുന്ന സമയത്ത് അന്ന് അവിടുത്തെ ധർമ്മഭടന്മാർ പൊളിച്ചു കളയാൻ തീരുമാനിച്ച നെടുമ്പുള്ളി ഇല്ല ഇന്നവിടെ ഉണ്ട്. അത്തരത്തിലുള്ള ഇല്ലങ്ങൾ ജനാധിപത്യപരമായ കേന്ദ്രങ്ങളായി മാറി അവരുടെ മനോഹരമായ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇടങ്ങളായി മാറുന്നതിന് പകരം ഇത്തരത്തിൽ 100 വർഷം മുമ്പ് താണശ്ശേരി ലഹളയുടെ കാലത്തെ അതേ തീരുമാനമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തെ ഒരു ഫ്യൂഡൽ മാണിക്യം ക്ഷേത്രമായിട്ട് നിലനിർത്താനാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ പണ്ട് കുട്ടംകുളത്തിൻ്റെ മുമ്പിലേക്ക് സംഘടിതരായി ഇവിടുത്തെ ആളുകൾ മാർച്ച് ചെയ്തതുപോലെ, ഈ ക്ഷേത്ര ഗോപുരത്തിലേക്ക് മാർച്ച് ചെയ്തതുപോലെ ഞങ്ങൾ വരും. അതിനെ താങ്ങാനുള്ള ശേഷിയൊന്നും ഈ തരണങ്ങൾ ബ്രാഹ്മണ്യത്തിൻ്റെ ഹുങ്കിനില്ല എന്ന് അവർ ഓർത്തു വയ്ക്കുന്ന ഒന്നാവുന്നതാണ് എനിക്ക് പറയാനുള്ളത്.